So once again, welcome back to the session, everyone. So this is the third day of our revision as well as marathon question practice. So over the past 2 days, we were discussing about the areas of 50 marks, including the audit risk, business risk, ethics, അതേപോലെ തന്നെ procedures. And now on, we will be focusing on the 25 marks area, out of which we will be focusing completely on reporting part today. So reporting and critical appraisal of the auditor's report. So mainly നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്ന റിവിഷൻ ആയിട്ടായിരിക്കും. കാരണം as we know, നമുക്ക് 25 മാർക്സിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ there will be a lot of areas. So followed by this, we'll be having mock exams. So അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. സോ നമ്മളിപ്പോൾ റിവിഷൻ ആയിട്ടായിരിക്കും 25 മാർക്കിന്റെ ഇന്നത്തെ ഏരിയ എടുക്കാൻ പോകുന്നുണ്ടാവുക. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് റിവിഷൻ വാട്ട് വി ക്യാൻ അഷ്യൂർ ഇസ് ദാറ്റ് നമുക്ക് 25 മാർക്സിന്റെ എല്ലാ ഏരിയാസും കവർ ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് വൺസ് ആഫ്റ്റർ യു ആർ ഡൺ വിത്ത് ദിസ് യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. സോ ഈ സെയിം ഏരിയയുടെ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ത്രൂ ആണ് പെട്ടെന്ന് നമ്മൾ പോകാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് ഇറ്റ്സ് ഓൾറെഡി അറൌണ്ട് 2 months now. And it's a hell lot of period that we have taken to cover all of these topics, like approximately around 100 hours over the recording and live sessions. So ഇത്രയും സമയം എടുത്ത സാധനമാണ് നമ്മൾ 2 ദിവസം അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് ഒരു 3 hours കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വിക്ലി റിവൈസ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓരോ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ ഏരിയാസും എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് ദർ ആർ ചാൻസസ് ദാറ്റ് ചിലപ്പം നിങ്ങൾ ഇതിന് മുന്നേ ഈ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാണ്ട് വരും. ബട്ട് ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇൻ കേസ് എങ്ങാനും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയണം. ഐ വിൽ റിപ്പീറ്റ് ദ സെയിം ഏരിയ. ആൻഡ് അഡീഷൻ ടു ദാറ്റ്, ഇൻ കേസ് എങ്ങാനും നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ സ്പീഡ് കൂടുതലാണെങ്കിലും പറയണം. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് എന്നുള്ള ബേസിസിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ എടുത്തു പോകുന്ന പേസ് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം. സോ ദാറ്റ് വി വിൽ റെഡ്യൂസ് ദ സ്പീഡ് അക്കോർഡിംഗ്ലി. ഓക്കെ, അപ്പോൾ ചാറ്റിലാണെങ്കിലും മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഓൾറൈറ്റ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. സോ ബേസിക്കലി റിപ്പോർട്ടിങ്ങിന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വിക്ലി റിവൈസ് ചെയ്യാനായിട്ടുള്ളത് ഇറ്റ്സ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ ദാറ്റ് വി നീഡ് ടു എക്സ്പ്രസ് ഓവർ ദ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം ഏത് തരത്തിലുള്ള ഒപ്പീനിയൻ ആണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ കാര്യം ഒന്ന് വേഗം ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി നമ്മളപ്പം ഒപ്പീനിയനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, വെൽ വി ഹാവ് ഗോട്ട് 2 types ഓഫ് ഒപ്പീനിയൻ. വൺ ഈസ് മോഡിഫൈഡ് ആൻഡ് ദ അതർ വൺ ഈസ് എന്തായിരുന്നു, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ. ആൻഡ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ നമ്മൾ ഫെർദർ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്, അൺക്വാളിഫൈഡ് എന്നായിരുന്നു. ആൻഡ് മോഡിഫൈഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയായിരുന്നു, ക്വാളിഫൈഡ്, പിന്നെ അഡ്വേഴ്സ് ഒപ്പീനിയൻ, പിന്നെ ഏതായിരുന്നു, എക്സാക്ട്ലി ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഇങ്ങനെ 3 ആയിട്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, which means financial statements gives a true and fair view. Qualified എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, financial statements does not give true and fair view, which means true and fair ആണ്, പക്ഷെ അവിടെ എന്തുണ്ടാവും, എക്സെപ്റ്റീവ്. കുറച്ച് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ട്രൂ ആൻഡ് ഫെയർ ആണ്, കംപ്ലീറ്റ്ലി ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് പറയുന്നതാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. സോ ട്രൂ ആൻഡ് ഫെയർ എക്സെപ്റ്റീവ് അല്ല, നമ്മൾ പറയും ട്രൂ ആൻഡ് ഫെയർ ബട്ട് സബ്ജക്ട് ടു സം റിസർവേഷൻസ് എന്ന് പറയുന്നതാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അഡ്വേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോട്ട് ട്രൂ ആൻഡ് ഫെയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉള്ളപ്പോൾ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അഡ്വേഴ്സ് ഒപ്പീനിയൻ. ആൻഡ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വി ആർ unable to express an opinion due to the lack of audit evidence. ഓഡിറ്റ് എവിഡൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കൊരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതായിരുന്നു എന്ത്, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നുണ്ടാവുക. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് നമ്മൾ പറഞ്ഞു, സിനാരിയോക്കകത്ത് നമുക്ക് എപ്പോഴും ഫസ്റ്റ് തരുന്നുണ്ടാവുക ദേ വിൽ ഗീവ് us എ മിസ്സ്റ്റേറ്റ്മെന്റ്. സോ സിനാരിയോക്കകത്ത് ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിനാരിയോക്കകത്ത് ഒരു ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ക്ലയൻറ്റിനോട് ചോദിക്കുകയാണ് ഇത് ആരുടെ അസറ്റ് ആണെന്ന്. ക്ലയൻറ്റ് പറഞ്ഞു ക്ലയൻറ്റിൻ്റെ ആണെന്ന്. ക്ലയൻറ്റിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് വെച്ച് ചെക്ക് ചെയ്തു, ക്ലയൻറ്റ് തന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചും എവിഡൻസുകളെല്ലാം വെച്ച്, ആൻഡ് വി കെയിം ടു നോ ദാറ്റ് ദിസ് അസറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ ക്ലയൻറ്റ്. So this is something we call as misstatement. So the misstatement will be finalized only when we receive sufficient appropriate evidence. However, there are cases where
auditor might ask for the evidence from the client, and the client might not be able to give the evidence. And in that case, we'll consider it as lack of audit evidence. അപ്പോൾ ക്ലയന്റിനോട് നമ്മൾ എവിഡൻസ് ചോദിച്ചു, ക്ലയന്റിന്റെ കയ്യിൽ തരാൻ എവിഡൻസ് ഇല്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. സോ ഇൻ കേസ് ഓഫ് എ മിസ്സ്റ്റേറ്റ്മെന്റ് ഓർ എ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്, നമ്മളവിടെ എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നമ്മളവിടെ ആ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം നോക്കണം, ആൻഡ് സെയിം ഇസ് ദാറ്റ് പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ടാവണം. ആൻഡ് മെറ്റീരിയൽ ആണോ എന്ന് അറിയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, either we can consider on the basis of the figure or on the basis of its nature. ഫിഗറിന്റെ ബേസിസിൽ നമ്മൾ പറഞ്ഞു SOFPയുടെ ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യുക, ടോട്ടൽ അസറ്റും നെറ്റ് അസറ്റ്സും. SOPLന്റെ ആണെങ്കിലോ പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ്, റവന്യൂ. ടോട്ടൽ അസറ്റിന് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? ടോട്ടൽ അസറ്റിന് എത്ര പെർസെൻറ്റേജ് ആയിരുന്നു? നമ്മൾ പഠിച്ചില്ലേ, 1%, നെറ്റ് അസറ്റ്സിന്റെ 2%, പ്രോഫിറ്റിന്റെ 5%, ഗ്രോസ് പ്രോഫിറ്റിന്റെ 0.5, റവന്യൂവിന്റെയും 0.5. അത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ 25 മാർക്സിന്റെ ക്വസ്റ്റൻ അത്, എസ്പെഷ്യൽ റിപ്പോർട്ടിംഗിന്റെ ക്വസ്റ്റിനകത്ത് വി വിൽ ഓൺലി കൺസിഡർ ദ ലോവർ ലിമിറ്റ്. ആൻഡ് നമ്മൾ പറഞ്ഞു വി ഷുഡ് ഓൾസോ കൺസിഡർ വെദർ എ മിസ്റ്റേക്മെന്റ് ഈസ് മെറ്റീരിയൽ ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ. നോർമലി നേച്ചറിന്റെ ബേസിസിൽ 2 സിറ്റുവേഷനിലായിരുന്നു നമ്മൾ മിസ്റ്റേക്ക് മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഏതൊക്കെയായിരുന്നു? If there is something which affects the going concern of the company, അതിനെ നമുക്ക് നേച്ചറിന്റെ ബേസിസ് മെറ്റീരിയൽ ആയിട്ട് എടുക്കാം. സെയിം ഇസ് ദാറ്റ് ഇൻ കേസ് if there is related party transactions, അതും നേച്ചറിന്റെ ബേസിസ് മെറ്റീരിയൽ ആയിരിക്കും. ഇനി ഒരു മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ എന്ന് അറിയാൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നോക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രകാരം? നമ്പർ 1, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ടിനെ അഫക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ അതെന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. 2, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു സിംഗിൾ എലമെന്റിനെയോ അക്കൗണ്ടിനെയോ ഐറ്റത്തിനെയോ മാത്രമായിരിക്കും അഫക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ FSന്റെ ഒരു സബ്സ്റ്റാൻഷ്യൽ പോർഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒരു മേജർ പോർഷൻ അഫക്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു FSന്റെ യൂസേഴ്സിന് ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ട ഒരു ഡിസ്ക്ലോഷർ, അത് സ്റ്റേറ്റ്മെന്റ് ഒമിറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതും പെർവേസീവ് ആയിരിക്കും. പക്ഷേ എക്സാം അപ്രോച്ച് നമ്മൾ പറഞ്ഞു പെർവേസീവ്നെസ് നമ്മൾ നോക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. എങ്ങനെയാ പെർവേസീവ്നെസ് നോക്കുന്നതെന്ന് പറഞ്ഞേ? ഓൾറെഡി കമ്പനി പ്രോഫിറ്റിലാണോ നോക്കുക, പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ കമ്പനി ലോസിലാണ്, ലോസിൽ നിൽക്കുന്ന കമ്പനി മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റിലേക്കോ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റിനെ പെർവേസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓർമ്മയുണ്ടോ പറഞ്ഞേ? ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ പെർവേസീവ്നെസ് നോക്കുക. പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ലോസിലേക്ക് പോവോ, അല്ലെ ലോസ് നിൽക്കുന്ന കമ്പനി മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പ്രോഫിറ്റിലേക്ക് വരികയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് വിൽ കൺസിഡേഴ്സ് ആസ് പെർവേസീവ്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് നമ്മൾ നോക്കണം നമ്മുടെ സിനാരിയോയ്ക്കകത്ത് ഉണ്ടായിരിക്കുന്നത് വെദർ ഇറ്റ്സ് എ മിസ്റ്റേറ്റ്മെന്റ് അതോ അതൊരു ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണോ എന്നുള്ളത് നോക്കണം. ആൻഡ് ഇൻ കേസ് നമ്മുടെ കമ്പനിയുടെ സിനാരിയോയ്ക്കകത്ത് വന്നേക്കുന്ന ഒരു മിസ്റ്റേറ്റ്മെന്റ് ആണ്, ആൻഡ് ഇഫ് ദാറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്, എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്ന് പറഞ്ഞേ? അൺക്വാളിഫൈഡ് അല്ലേ? ആൻഡ് ഇഫ് ദർ ഈസ് എ മിസ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്, അങ്ങനെയാണ് നമ്മൾ എന്ത് കൊടുക്കണം? അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഇൻ കേസ് ഇഫ് ദർ ഈസ് എ മിസ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് മെറ്റീരിയൽ നോട്ട് പെർവേസീവ്, എന്ത് കൊടുക്കുക? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ആൻഡ് ഇഫ് ദർ ഈസ് എ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ അകത്ത് ഒരു ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ട്, ആൻഡ് ഇഫ് ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്, എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? അൺക്വാളിഫൈഡ്. ഓക്കെ. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്, എന്ത് ഒപ്പീനിയൻ കൊടുക്കണം? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്, എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഏത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ എഗെയിൻ നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നോക്കേണ്ടത്? മിസ്റ്റേറ്റ്മെന്റ് ആണോ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണോ നോക്കണം. സെയിം ഇസ് ദാറ്റ് മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ നോക്കണം. ആൻഡ് ഫൈനൽ ടൈം ഇഫ് ദർ ഈസ് എ മിസ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്, എന്ത് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? Unqualified. If there is a misstatement which is material and pervasive, adverse. If it's a misstatement which is material not pervasive, qualified. If there is a lack of audit evidence which is not material and not pervasive, unqualified. Lack of audit evidence material and pervasive,
disclaimer. So, lack of audit evidence, material, not pervasive, qualified opinion. Clear ആണോ? Yes, sir. Perfect. Yeah. All right. So now let's start with the question on reporting. So basically, when it comes to the reporting area, one thing is pretty sure that one of our question will be based on reporting. അതായത് ഒരു 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ റിപ്പോർട്ടിംഗ് ആയിരിക്കും. ഔട്ട് ഓഫ് വിച്ച് 5 മാർക്ക് വിൽ ബി പ്രൊഫഷണൽ മാർക്ക് ആൻഡ് 20 മാർക്സ് വിൽ ബി ബേസ്ഡ് ഓൺ ദി നോളജ് ഏരിയ. അപ്പൊ നമുക്ക് ടെക്നിക്കൽ മാർക്ക് 20 മാർക്കും 5 മാർക്കായിരിക്കും നമുക്ക് പ്രൊഫഷണൽ മാർക്കായിട്ടും വരുന്നുണ്ടാവുക റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത്. ഓക്കെ, ഡൗട്ട് ചോദിച്ചോ? ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് വരുമ്പോൾ അവിടെ മെറ്റീരിയൽ ആണ് ബട്ട് പെർവസീവ് അല്ലാണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കയ്യിൽ സഫിഷ്യന്റ് എവിഡൻസ് ഇല്ലല്ലോ, അപ്പൊ നമുക്കത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാം. എങ്ങനെ, അതിന്റെ ബേസിസ് എന്താണ്? ഏതാണ്? അതായത് മെറ്റീരിയൽ ആണ് ബട്ട് പെർവസീവ് അല്ല, പക്ഷെ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ്, അപ്പൊ നമുക്ക് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഇല്ല, അതായത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ അതിന്റെ ബേസിസ് എങ്ങനെയാണ്? അത് കറക്റ്റ് ആണ്, മനസ്സിലായില്ല. അതായത് ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ക്ലയന്റിനോട് ചോദിക്കുകയാണ് ഈ അസറ്റ് ആരുടേതാണെന്ന് ചോദിച്ചു. ഇപ്പൊ ക്ലയന്റ് പറയാണ് ഇത് ക്ലയന്റിന്റെ അസറ്റ് ആണ് എന്ന് പറഞ്ഞു. എവിഡൻസ് ചോദിച്ച സമയത്ത് ക്ലയന്റിന്റെ കയ്യിൽ എന്തില്ല? എവിഡൻസ് ഇല്ല. അപ്പൊ എവിഡൻസ് ഇല്ലാതെ വരുന്ന സമയത്ത് ഈ അസറ്റിന്റെ വാല്യൂ 1 lakh ആണ് കമ്പനി റെക്കോർഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് വിതൗട്ട് എവിഡൻസ് ഇത് കമ്പനിയുടെ അസറ്റ് ആണെന്നോ അല്ല എന്നോ സ്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണ് ഇൻ കേസ് ഇതിപ്പോൾ കമ്പനിയുടെ അസറ്റ് അല്ല എന്നുണ്ടെങ്കിൽ FSന്റെ അകത്ത് വന്നേക്കുന്ന ആ 1 lakh എന്ന് പറയുന്ന എമൗണ്ട് കമ്പനിയുടെ യൂസേഴ്സിനെ സംബന്ധിച്ച് മെറ്റീരിയൽ ആണോ എന്ന് നോക്കി. അത് മെറ്റീരിയൽ ആണ്. ആൻഡ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഇൻക്ലൂഡ് ചെയ്ത് ശരിക്കും പാടില്ലല്ലോ കമ്പനിയുടെ അസറ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ FSന്റെ അത് സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് വരുമോ എന്ന് നോക്കി. ബട്ട് ഈ അസറ്റിന്റെ വാല്യൂ വെച്ചിട്ട് കമ്പനിയുടെ FSന്റെ അതിൽ വലിയ ഇമ്പാക്ട് വരുന്നില്ല. സോ ഇൻ ദാറ്റ് കേസ് ദിസ് എമൗണ്ട് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. അപ്പോൾ നമ്മൾ പറയാണ് 1 lakhന്റെ ഒരു അസറ്റ് ഉണ്ട്, ആ അസറ്റിനെ കുറിച്ച് നമുക്ക് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് യൂസേഴ്സിൻ്റെ അടുത്ത് നമുക്ക് പറയണം. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ഒപ്പീനിയൻ കൊടുക്കും? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും. അപ്പം ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആദ്യമേ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ എഴുതും എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ ക്വാളിഫൈഡ് എന്ന് പറയുന്ന ഒപ്പീനിയൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസേഴ്സിനോട് പറയാണ് നമ്മൾ ഈ ക്വാളിഫൈഡ് എന്ന് പറയുന്ന ഒപ്പീനിയൻ കൊടുത്തേക്കുന്നത് നിങ്ങളെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലയൻറ്റിന് ഒരു അസറ്റ് ഉണ്ട്, 1 lakh ആണ് അസറ്റിന്റെ വാല്യൂ, അതിനെ ബേസ് ചെയ്തിട്ട് ക്ലയന്റിനോട് എവിഡൻസ് ചോദിച്ചു, ക്ലയന്റ് എവിഡൻസ് തന്നിട്ടില്ല. പക്ഷേ ക്ലയന്റിനോട് അത് ബുക്സിൽ നിന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവർ മാറ്റിയിട്ടില്ല, ബുക്സിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇത് യൂസേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. Sir, ഈ മിസ്റ്റേറ്റ്മെന്റ് P&L ഐറ്റം ആണെങ്കിലേ നമ്മൾ പ്രോഫിറ്റ് റീസ്റ്റേറ്റ് ചെയ്ത കാര്യം പറയാൻ പറ്റുമോ? നമ്മൾ എക്സാം അപ്രോച്ച് മാത്രമാണ് ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം എക്സാം അപ്രോച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് കിട്ടുന്ന മിസ്റ്റേറ്റ്മെന്റ്സിന്റെ എമൗണ്ട് എല്ലാം ഡയറക്ട്ലി ഒരു ഇൻഡയറക്ട്ലി P&L എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ഇമ്പയർമെന്റിന്റെ എമൗണ്ട് ആണ്. ഇമ്പയർമെന്റിന്റെ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് എന്താ, അസറ്റിന്റെ വാല്യൂവിൽ എഫക്ട് ചെയ്യുന്നതാണ്. അറ്റ് ദ സെയിം ടൈം P&L നമ്മൾ എക്സ്പെൻസ് ആയിട്ടും കോട്ട് ചെയ്യണം. അപ്പോൾ അത് പ്രോഫിറ്റിനെ എഫക്ട് ചെയ്യുന്നതായിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ നോക്കുക. ഇത് നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുന്ന അപ്രോച്ച് അല്ല, എക്സാം അപ്രോച്ച് മാത്രം, ദാറ്റ് ടു AA and AAA എക്സാമിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു എക്സാം അപ്രോച്ചാണിത്. മനസ്സിലായോ? നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യനിലും ഈ അപ്രോച്ച് യൂസ് ചെയ്യാനും പറ്റില്ല. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗേഴ്സും തന്നിട്ടുണ്ടാവില്ല. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ 2020-21 റിവിഷൻ കിറ്റിൻ്റെ അകത്തെ കൂപ്പർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ കൂപ്പർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ പാർട്ട് ബി ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗുഡ് വില്ലിൻ്റെ അകത്ത് ഒരു കണ്ടീജൻ കൺസിഡറേഷൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. സോ ആ ട്രീറ്റ്മെന്റിൻ്റെ അകത്ത് നമുക്ക് സിനാരിയോക്കകത്ത് ഫിഗേഴ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ ലോജിക്കലി 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓർ എമൗണ്ട്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അഫക്റ്റഡ് ആണോ, സിംഗിൾ എലമെന്റ് ബട്ട് അതിന്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ആണോ, ഫണ്ടമെന്റൽ ഡിസ്ക്ലോസർ ആണോ, ആ ഫാക്ടേഴ്സ് നോക്കിയിട്ട് തന്നെ അവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് എക്സാം അപ്രോച്ച് മാത്രമായിരിക്കും നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റ് ഇൻ കേസ് മാറിപ്പോയി, ആ പർട്ടിക്കുലർ പെർവേസീവ് അല്ല എന്ന് പറഞ്ഞതിന്റെ മാർക്ക് മാത്രമേ പോകുള്ളൂ. നമുക്ക് SSCയുടെ എല്ലാ എക്സാംസിലും അങ്ങനെ തന്നെ കേട്ടോ. ഇഫ് ദർ ഈസ് എ മിസ്റ്റേക്ക് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ എ പ്രീവിയസ് മിസ്റ്റേക്ക്, ഫസ്റ്റ് മിസ്റ്റേക്കിന് മാർക്കേ പോകുള്ളൂ. ഓക്കെ, ഓൾറൈറ്റ്, യെസ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഇതായിരുന്നു റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ. അപ്പം 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 20 മാർക്ക് വിൽ ബി ടെക്നിക്കൽ ആൻഡ് 5 മാർക്ക് വിൽ ബി പ്രൊഫഷണൽ മാർക്ക്. അപ്പം നമുക്കിവിടെ മെയിൻലി 4 കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും പ്രൈമറി റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്ത് വരിക. ആൻഡ് ഫസ്റ്റ് വൺ വിൽ ബി മാറ്റേഴ്സ് ആൻഡ് further action.
Then second one will be matters and discussion with management, most cases, or those charged with governance. Then third case, matters and further procedure. And in the fourth case, it's matters and audit evidence. സോ ഇത്രയാണ് ഡയറക്ട്ലി റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ പഠിച്ച കൈൻഡ് ഓഫ് റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്ത് വരുന്നത്. ഇനി ഇതിന് പുറമെ നമ്മുടെ ഒരു 25 മാർക്സിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേ ക്യാൻ ഓൾസോ ബി ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ അപ്രൈസൽ. സോ ക്രിട്ടിക്കൽ അപ്രൈസൽ എന്ന് പറയുന്ന സമയത്ത് നോർമലി ഇറ്റ്സ് എ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓക്കെ, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇത് ഇറ്റ് ക്യാൻ ബി ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് or it can also be PFI report. ഇത് രണ്ടുമാണ് നോർമലി ചോദിക്കാറുള്ളത്, വേറെ ഒന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെ PFI റിപ്പോർട്ടിന് മേലുള്ള ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ ക്രിട്ടിക്കൽ അപ്രൈസലും വരാറുണ്ട്. സോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ്സ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ക്യാൻ ബി റിപ്പോർട്ട് ഓൺ PFI, റിപ്പോർട്ട് ഓൺ എന്താ പറയാ നോർമൽ ഓഡിറ്റ്, ഇറ്റ് ക്യാൻ ബി റിപ്പോർട്ട് ഓൺ KPI, ഏത് വേണേലും ആവാം കേട്ടോ. അപ്പം ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് ക്രിട്ടിക്കൽ അപ്രൈസലും വരാം. അപ്പൊ ഇതാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഏരിയാസ് എന്ന് പറയാം. സോ നമ്മൾ കോമൺലി മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഫർദർ ആക്ഷൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ റിവിഷൻ കിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാണാനില്ല. ബട്ട് നമ്മൾ അപ്കമിങ് ഡേയ്സിൽ ചെയ്യാൻ പോകുന്ന മോക്ക് എക്സാമിൽ സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ക്ലാസ്സിലാണെങ്കിലും പഴയ ഒരു റിവിഷൻ കിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ ഫുൾ ഫ്ലെഡ്ജ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകല്ല, ബട്ട് അതൊരു സാമ്പിൾ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ക്വിക്ലി. സോ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് റോക്കറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളോട് എക്സാമിനർ ചോദിച്ചിട്ടുണ്ടായിരുന്ന റിക്വയർമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. എക്സാമിനർ ഒരു സിനാരിയോ തന്നിട്ട് നമ്മളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക: കമന്റ് അപ്പോൺ ദ മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് അബോവ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫർദർ ആക്ഷൻസ് നെസസറി ബിഫോർ ദ ഓഡിറ്റ് റിപ്പോർട്ട് ക്യാൻ ബി സൈൻഡ്. നമ്മളോട് എക്സാമിനർ ചോദിച്ചേക്കാണ് മേലെ പറഞ്ഞേക്കുന്ന മാറ്റേഴ്സിനെ കുറിച്ചിട്ട് കമന്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഫർദർ ആക്ഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്. അപ്പം ലിറ്ററലി 7 മാർക്സിന് ഇവിടെ 2 റിക്വയർമെന്റ് ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. നമ്പർ 1, കമന്റ് അപ്പോൺ ദ മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് അബോവ്. ഇവിടെ മേലെ പറഞ്ഞ മാറ്റേഴ്സിനെ കുറിച്ച് കമന്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2, എക്സ്പ്ലെയിൻ ഫർദർ ആക്ഷൻസ് നെസസറി ബിഫോർ ദ ഓഡിറ്റ് റിപ്പോർട്ട് ക്യാൻ ബി സൈൻഡ്. എന്തൊക്കെ ഫർദർ ആക്ഷൻ ആണ് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിന് മുന്നേ. സോ ക്വസ്റ്റ്യൻ 1 ഉണ്ട്, സെയിം ആസ് ദാറ്റ് ക്വസ്റ്റ്യൻ 2 ഉണ്ട്. അപ്പോൾ കമന്റ് അപ്പോൺ മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് അബോവ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർലി ഇവിടുത്തെ സിനാരിയോ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ ക്വിക്ലി ഒരു സിനാരിയോ എന്ന് പറയാം. ഐ ബിലീവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ റോക്കറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. ഈ കമ്പനി എയർക്രാഫ്റ്റും ഡിഫൻസും മറൈൻ സെക്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ആൻഡ് ഇവരുടെ റവന്യൂ ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്. ആൻഡ് നമ്മളോട് പറഞ്ഞു ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇതിപ്പോൾ നമുക്ക് മനസ്സിലായി. കമ്പനിക്ക് 2 സെയിൽസ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അവരുടെ കസ്റ്റമേഴ്സുമായിട്ട് സൈൻ ചെയ്തേക്കുന്നത്. അവർ കസ്റ്റമേഴ്സിൻ്റെ സെയിം ലൊക്കേഷനിലേക്ക് തന്നെയാണ് അവരുടെ ഗുഡ്സ് ഡെലിവർ ചെയ്തതെന്ന് പറഞ്ഞു. ഫൈനലി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു തേർഡ് പാർട്ടി വെയർ ഹൗസിലേക്കാണ് ഗുഡ്സ് ഡെലിവർ ചെയ്തേക്കുന്നത്. കസ്റ്റമേഴ്സ് ഈ ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ റെഡി ആവുന്നതും വരെ ആ തേർഡ് പാർട്ടി വെയർ ഹൗസിൽ ഈ ഗുഡ്സ് കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് താഴേക്ക് പറഞ്ഞേക്കാണ് ഗുഡ്സ് ഇതുവരെ കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്തിട്ടില്ല, കാരണം 2 കസ്റ്റമേഴ്സും അവരുടെ ഫെസിലിറ്റീസ് റെഡി ആക്കുന്നേ ഉള്ളൂ. ആൻഡ് കോൺട്രാക്ട് ലെറ്ററിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗുഡ്സ് കസ്റ്റമറിനെ തന്നെ വെയർ ഹൗസിലേക്ക് ഡെലിവർ ചെയ്യണമെന്ന്. അതേപോലെ തന്നെ ഫൈനൽ ഇൻസ്പെക്ഷൻ വെയർ ഹൗസ് വെച്ച് കസ്റ്റമർ വെയർ ഹൗസ് വെച്ച് കസ്റ്റമർ നടത്തണം. അപ്പോൾ മാത്രമാണ് ഗുഡ്സ് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. സെയിൽസ് ഇൻവോയ്സ് ഒക്കെ റേസ് ചെയ്തു. വെയർ ഹൗസിൻ്റെ അകത്ത് ഇവർ ഡെലിവർ ചെയ്തിട്ടില്ലെങ്കിലും റവന്യൂവും റെക്കഗ്നൈസ് ചെയ്തു. ഫിനാൻസ് ഡയറക്ടറിനോട് ചോദിക്കുമ്പോൾ ഫിനാൻസ് ഡയറക്ടർ പറയുന്ന കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഒക്കെ കഴിഞ്ഞു എന്നാണ്. ആൻഡ് 17 മില്യൺ ആണ് ഇവിടെ റവന്യൂ ഉള്ളത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ട്രീറ്റ്മെന്റ് വരുന്ന ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്? ട്രീറ്റ്മെന്റ് വരുന്ന ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്? യെസ്, IFRS 15 റവന്യൂ ആണ് അല്ലേ. ആൻഡ് ആസ് പെർ IFRS 15 റവന്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക? പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പാടുള്ളൂ.
അണ്ടിൽ ദെൻ നമ്മൾ റവന്യൂ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് പഠിച്ചു, ഡെഫേർഡ് ഇൻകം ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ശരിയല്ലേ? ഓക്കെ. ഇവിടെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? No. ഇല്ല. പെർഫോമൻസ് ഒബ്ലിഗേഷൻ എപ്പോൾ മാത്രമേ കംപ്ലീറ്റ് ആവുക? Customers passing. അതായത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ്? കസ്റ്റമറിന്റെ വെയർഹൗസിൽ ഗുഡ്സ് സെൽ ചെയ്യണം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യണം, ഗുഡ്സിന്റെ ഫൈനൽ ഇൻസ്പെക്ഷൻ നടത്തണം. അത് രണ്ടും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ സ്റ്റിൽ ഇത് ആരുടെ ഗുഡ്സാ? കമ്പനിയുടെ ഗുഡ്സ് ആണ്, കസ്റ്റമറുടെ ഗുഡ്സ് അല്ല. സോ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഇസ് ഔട്ട്സ്റ്റാൻഡിങ്. സോ ഇവർ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല, ഡെഫേർഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇവർ എന്ത് ചെയ്തു? ഓൾറെഡി റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദി ഇമ്പാക്ട്? റവന്യൂ ഓവർസ്റ്റേറ്റഡ് ആയിരിക്കും, ഡെഫേർഡ് ഇൻകം എന്താവും? അണ്ടർസ്റ്റേറ്റഡ് ആവും. ഓക്കെ, ഇത്ര അറിയാലോ അല്ലേ എല്ലാവർക്കും? അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? കമന്റ് ഓൺ ദ മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് അബോവ്. നമ്മളോട് ഇവിടെ മേലെ പറഞ്ഞേക്കുന്ന ഏതാടാ? അവിടെ ഇൻവെന്ററി പറഞ്ഞ, അതായത് നമ്മൾ സെയിൽ കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെന്ററി റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ലേ? നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? കമന്റ് ഓൺ ദ മാറ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് അബോവ്. അപ്പോൾ നമ്മളോട് ഇവിടെ മാറ്റേഴ്സിനെ കുറിച്ച് കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാറ്റേഴ്സ് ആൻഡ് ഫെർദർ ആക്ഷൻസിന്റെ ഏരിയ ആണ്. ഓക്കെ, ഐ വിൽ ഗിവ് ദ ഹെഡിങ് ആസ് ഫെർദർ ആക്ഷൻസ്. അപ്പോൾ മാറ്റേഴ്സ് ആൻഡ് ഫെർദർ ആക്ഷൻസിന്റെ ഏരിയ ആണ് ചെയ്യാൻ പോകുന്നത്. സോ വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഓൺ മാറ്റേഴ്സ് ആൻഡ് ഫെർദർ ആക്ഷൻ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഇവിടെ എഴുതേണ്ടത് മാറ്റേഴ്സ് ആണ്. ഓക്കെ, സോ മാറ്റേഴ്സ് എഴുതുന്ന സമയത്ത് അവിടെ തന്നെ ഫസ്റ്റ് മെൻഷൻ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ റിസ്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാറുള്ള പോലെ തന്നെ മെറ്റീരിയാലിറ്റി പറയാം. അതായത് ഇവിടുത്തെ എമൗണ്ട് മെറ്റീരിയൽ ആണോ എന്നുള്ളത് പറയാം. രണ്ടാമതായിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണോ വേണ്ടത്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പറയാം. മൂന്നാമതായിട്ട് നിങ്ങൾ പറയേണ്ടത് വാട്ട് വെൻറ്റ് റോങ്, എന്താണ് ഇവിടെ തെറ്റായിട്ട് സംഭവിച്ചതെന്നുള്ളത് പറയാം. വാട്ട് വെൻറ്റ് റോങ് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സിനാരിയോയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും കൂടെ മിക്സപ്പ് ചെയ്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ, അല്ലാതെ മാർക്ക് കിട്ടില്ല. ആൻഡ് വാട്ട് എവർ ബി ദ ഇമ്പാക്ട് ഓൺ FS, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മേലെ വന്നേക്കുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളതും ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യണം. ദാറ്റ് ടു ഇഫ് പോസിബിൾ എപ്പോഴും സ്പെസിഫിക് ഇമ്പാക്ട് തന്നെ പറയണം. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കണം നമ്മൾ പറയുന്നുണ്ടാവേണ്ടത് മാറ്റേഴ്സിൻ്റെ ഏരിയ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളോട് ഇവിടെ തന്നേക്കുന്ന 17 മില്യൺ ആയിരുന്നു. ഈ 17 മില്യൺ എന്ന് പറയുന്ന എമൗണ്ട് മെറ്റീരിയൽ ആണോ എന്ന് നോക്കണം. ഇവിടെ മെറ്റീരിയാലിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ പല പല ഫിഗേഴ്സ് തന്നിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഫിഗർ എടുത്ത് നോക്കുക. അതിൽ ഏതെങ്കിലും ഫിഗറിൽ രണ്ടിലേതെങ്കിലും ഒന്നിൻ്റെയും ബേസിസ് മെറ്റീരിയലാണ്, മെറ്റീരിയലായിട്ട് എടുക്കാം. നോർമലി 17 മില്യൺ ആണ് ഇവിടെ തന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് തന്നേക്കുന്നത് റവന്യൂവും പ്രോഫിറ്റും ആണ്. എപ്പോഴും പ്രിഫറബിളി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു പി ആൻഡ് എല്ലിലെ ഒരു ഫിഗറിനെ കുറിച്ചാണ് തന്നേക്കുന്നതെങ്കിൽ P&L എലമെന്റ്സ് വെച്ച് തന്നെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. SOFPയുടെ എലമെന്റ്സ് ആണ് തന്നേക്കുന്നുണ്ടെങ്കിൽ SOFPയുടെ തന്നെ ഫിഗേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ നമുക്ക് P&L ഫിഗേഴ്സ് തന്നെ ഉണ്ട്, നമുക്ക് റവന്യൂ ഉണ്ട്, അതേപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ട്. സോ ചെക്ക് വെദർ ഇറ്റ്സ് മെറ്റീരിയൽ ഓൺ ദി ബേസിസ് ഓഫ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ്. വേഗം നോക്കിയേ, 17 റവന്യൂ എത്രയായിരുന്നു കമ്പനിയുടെ? 1437 into 100. പ്രോഫിറ്റ് 17, കമ്പനിയുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് 139 into 100 എത്ര വരിക? റവന്യൂൻ്റെ എത്ര പെർസെൻറ്റേജാ? 17/143 into 100 എത്രയാ? 1.18% of revenue. And what about the profit? Remember എത്ര? 12.2% of the profit. Yeah. So മെറ്റീരിയൽ ആണോ? ആണ് അല്ലേ? റവന്യൂന്റെ എത്ര പെർസെന്റേജ് മേലെ വന്നായിരുന്നു മെറ്റീരിയൽ ആയിട്ട് നമ്മൾ പഠിച്ചുള്ളത്? ലോവർ ലിമിറ്റ് 0.5%. പ്രോഫിറ്റിന്റെയോ 5%. സോ ബോത്ത് ഓൺ ദി ബേസിസ് ഓഫ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഇറ്റ്സ് മെറ്റീരിയൽ. അപ്പോൾ ഇത് മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം പറയാം. ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം, IFRS 15 പ്രകാരം എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. വാട്ട് വെൻ റോങ്, സിനാരിയോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ മിക്സപ്പ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പറയണമെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഇമ്പാക്ട് ഓൺ FS എന്താണെന്നുള്ളതും പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആൻസർ പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയാം? നിങ്ങൾ പറയാം, the amount of revenue from 2 sales transactions represents 1.18% of the revenue and 12.2% of the profit. Therefore, it is material.
ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം. As per IFRS 15, revenue from contracts with customers, revenue should be recognized only when the performance obligation relating to the contract are satisfied. Until then, revenue should be recognized as deferred income. ഇനി what went wrong പറയാം. അവിടെ നിങ്ങൾ പറയാം, during the year, company have signed 2 sales transaction with the customers, and under the contract, company have agreed to deliver goods to the customer warehouse, and company is also obliged to have customer inspection of the goods. However, both of these have not been taken place. Therefore, the revenue should not be recognized and it should be recognized as deferred income. After discussion with the finance director, it is concluded that the finance director mentioned they have fulfilled contractual obligation to provide goods by a specific date. Therefore, they have recognized the revenue of 17 million. This may result in overstatement of revenue and understatement of deferred income. ഇത്രയായിരിക്കും നമ്മൾ മാറ്റേഴ്സ് ആയിട്ട് പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? Yes, sir. ഇനി മാറ്റേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് ശേഷം പറയേണ്ടത് ഫേർദർ ആക്ഷൻ ആണ്. അപ്പോൾ നമ്മളോട് അവിടെ ചോദിച്ചേക്കുന്ന 2 കാര്യങ്ങളായിരുന്നു. മാറ്റേഴ്സ് പറയണം, ഫേർദർ ആക്ഷൻ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഫേർദർ ആക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം പറയേണ്ടത് ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് പറയാം. അതായത് ഇവിടെ മാനേജ്മെന്റുമായിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം. സോ ബേസിക്കലി മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പറയുന്ന സമയത്ത് നിങ്ങൾ 2 കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയണം. അവിടെ വന്നേക്കുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണോ, മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതും പറയണം. അതേപോലെ തന്നെ അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യവും പറയണം. രണ്ടാമതായിട്ട് മാനേജ്മെന്റ് ഈ പർട്ടിക്കുലർ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടില്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവേണൻസിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയണം ഈ സെയിം കാര്യത്തെക്കുറിച്ച്. മൂന്നാമതായിട്ട് ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് ഇത് കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇമ്പാക്റ്റ് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്തായിരിക്കും എന്നുള്ള കാര്യം ദോസ് ചാർജ് വിത്ത് ഗവേണൻസിനോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പറയണം. എന്നിട്ടും അവരത് കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഒബ്ടൈൻ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, റിട്ടേൺ റെപ്രസെൻറ്റേഷൻ ഒബ്ടൈൻ ചെയ്യാനായിട്ട് പറയാം. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഇമ്പാക്റ്റ് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണെന്നുള്ള കാര്യം റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പറയണം. സോ ഇതായിരിക്കും ഫർദർ ആക്ഷൻ പറയുന്നുണ്ടാവുക. അപ്പം നമ്മളിത് സെൻറ്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഫ്രെയിം ചെയ്യുക. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഷുഡ് ബി സ്പെസിഫിക് ടു സിനാരിയോ. ഓക്കെ, ദിസ് ഹാവ് ടു ബി സ്പെസിഫിക് ടു സിനാരിയോ. ഇത് സിനാരിയോ സ്പെസിഫിക് ആയിട്ടാണ് എല്ലായിടത്തും കൊണ്ട് കോമൺ ആയിട്ട് എഴുതി വെക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് പറയാം, ഫർദർ ആക്ഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് പറയാം, ദ ഓഡിറ്റ് ടീം ഷുഡ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് about the uncorrected mistakes in relation to a revenue recognition of 17 million. Audit team shall request the management to correct the misstatement in revenue by removing amount of 17 million from the current year revenue and recognizing the same amount as part of the deferred income. However, if the management is unwilling to correct the misstatement, auditors shall raise the request to those charged with governance, and request should be made to them to correct the same amount of misstatement. But if they are not willing to correct the misstatement, auditors shall discuss with those charged with governance about the impact that will be created over the auditor's report. But if they still wish to continue without amending the financials, auditors shall obtain a written representation from them stating their intention not to amend the financials. Finally, the auditor shall reflect the impact within the auditor's report. ഇതായിരിക്കും നമ്മൾ ഫർദർ ആക്ഷൻ ആയിട്ട് പറയുന്നുണ്ടാവുക. അപ്പം ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ള പറയാം. മിസ്സ്റ്റേറ്റ്മെന്റും പറയണം, അത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുള്ളതും പറയണം. അത് സിനാരിയോ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാം. അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടില്ലെങ്കിൽ മാത്രം ദോസ് ചാർജ് ഗവേണൻസിനോട്ട് എങ്ങനെ ഡിസ്കസ് ചെയ്യണമെന്ന് പറയാം. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഇമ്പാക്ട് വരുന്നതെന്നുള്ള കാര്യം പറയണം. റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറയാം. ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് കാണിക്കാനും പറയാം. ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? Yes, sir. ഓക്കെ, Sir. ഇനി ഇതിന്റെ തേർഡ് പാർട്ട് ഓഫ് ദി ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ദേ ഹാവ് ആസ്ക്ഡ് us for impact for the auditors report. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ എന്താണ് ഇമ്പാക്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. And when they ask us for the impact over the auditor's report, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ ഇമ്പാക്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ എഴുതുന്ന 4 കാര്യങ്ങളായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ എന്നുള്ളത് എഴുതണം. പക്ഷെ അവിടെ എപ്പോഴും ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സിനാരിയോയ്ക്ക് തന്നെ മൾട്ടിപ്പിൾ മിസ്റ്റേക്മെന്റ് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പം ഇവിടെ ചോദിച്ചിട്ടില്ല, പക്ഷെ റിപ്പോർട്ടിങ്ങിന് ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയും ഈ മിസ്റ്റേക്കുകൾ, അതായത് മേ ബി 1 or 2 സ്പെസിഫിക്കലി അവർ മെൻഷൻ ചെയ്തിട്ട് പറയും
പാർട്ട് എ ആൻഡ് പാർട്ട് ബിയിലെ മിസ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ചെയ്തു, ബട്ട് വേറെ ഏതൊക്കെ മിസ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ചെയ്യാനുണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ നോക്കുമ്പോൾ എപ്പോഴും എന്താ നോക്കണമെന്ന് ചോദിച്ചാൽ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ്, അൺകറക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന മിസ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് ആണ് മെറ്റീരിയൽ ആണോ നോക്കേണ്ടത്. മൊത്തം മിസ്റ്റേക്ക് അല്ല, കറക്റ്റ് ചെയ്യാണ്ട് നിൽക്കുന്ന മിസ്റ്റേറ്റ്മെന്റ്, അത് നമ്മൾ പറഞ്ഞ അൺകറക്റ്റഡ് മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ നോക്കുക. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താ? അൺകറക്റ്റഡ് മിസ്റ്റേക്കിന്റെ എമൗണ്ട് പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നോക്കണം. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറയാം. നാലാമതായിട്ട് ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. ഇനി നമ്മൾ നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻസിൽ കാണാറില്ല, വേറെ ഏതെങ്കിലും എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിൻ്റെ യൂസേജ് വരുവാണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിൻ്റെ യൂസേജും കൂടി പറയണം. അതേക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മുടെ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് 17 മില്യൺ. സോ ആ 17 മില്യൺ മെറ്റീരിയൽ ആണോ എന്ന് തന്നെ നോക്കിയാൽ മതി. സോ 17 മില്യൺ മെറ്റീരിയൽ ആണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തതാണ്. ഇത് പെർവേസീവ് ആണോ? പെർവേസീവ് ആണോ? അല്ല. കാരണം എന്താ? 139 മില്യൺ കൊണ്ട് കമ്പനിക്ക് പ്രോഫിറ്റ്. സോ 139 മൈനസ് 17 ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ലോസിലേക്ക് പോവോ? ഇല്ല. സോ കമ്പനി വിൽ സ്റ്റിൽ ബി ഇൻ പ്രോഫിറ്റ്. സോ ഇറ്റ്സ് എ മിസ്റ്റേക്ക് വിച്ച് ഇസ് മെറ്റീരിയൽ, നോട്ട് പെർവേസീവ്. അറിയാലോ? Okay, so it is not pervasive. So the amount of misstatement in this case is material but not pervasive. അപ്പോൾ എന്ത് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? Qualified You need to give qualified opinion. Qualified exceptive അല്ലേ? എക്സെപ്റ്റീവ് അല്ല, എക്സെപ്റ്റ് ഫോർ ഒപ്പീനിയൻ വേണം കൊടുക്കാൻ. ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ അവിടെ ഏത് ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആൻസർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ചെയ്യുക. ആദ്യം പറയാം, in case if the amount of misstatement of 17 million relating to the sales transaction is uncorrected, it may represent a material misstatement in the company's financial statements. However, the amount of misstatement cannot be treated as pervasive, as the reported profit will not be restated into losses, even if the misstatement of 17 million is adjusted in the financial statements. Therefore, since it's a misstatement which is material but not pervasive, auditors shall express qualified except for opinion, stating that except for the misstatements identified in relation to the revenue, financial statement shows a true and fair view. Following the opinion paragraph, auditors shall also express basis for qualified opinion, to explain the reasons for providing qualified opinion, and to show the impact of misstatement relating to revenue in the company's financial statements. ഇത്രയായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ടായിട്ട്. And this will be the total answer based on matters to be considered and further action. ഇനി നമ്മൾ പറഞ്ഞു യൂസേജ് ഓഫ് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ്. എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന്റെ യൂസേജിനെ കുറിച്ചുള്ള സിനാരിയോസ് നമ്മൾ അങ്ങനെ കാണാറില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ പഠിച്ചിരുന്നു. ഏതൊക്കെ പാരഗ്രാഫാണ് പഠിച്ചേ? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അതർ മാറ്റർ പാരഗ്രാഫ്, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്, അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. ഓർമ്മയില്ലേ? ഓക്കെ. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്? ഓൾറെഡി എഫ്എസിന്റെ അകത്ത് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി എംഫസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആയിരുന്നു എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. വാട്ട് അബൌട്ട് ദ അതർ മാറ്റർ പാരഗ്രാഫ്? ഓൾറെഡി എഫ്എസിൽ പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തൊരു കാര്യത്തിന് പുറമെ അഡീഷണലി കറണ്ട് ഇയർ ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ കുറിച്ചോ ഓഡിറ്റർക്ക് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് അത് മാറ്റർ പാരഗ്രാഫ്. കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓഡിറ്ററായ നമ്മൾ ദോസ് ചാർജ്ഡ് വിത്ത് ഗവേണൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്കകത്ത് നിന്നും യൂസേഴ്സിനോട് അഡീഷണലി എന്തെങ്കിലും പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് ദോസ് ചാർജ് വിത്ത് ഗവേണൻസിനോട് സംസാരിച്ച കാര്യങ്ങൾക്കകത്തുനിന്ന് ചൂസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ യൂസേഴ്സിനോട് പറയണമെന്ന് തോന്നുന്നു, അത് ഇൻക്ലൂഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്. ആൻഡ് നമ്മൾ പഠിച്ചിരുന്നു, ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? ലിസ്റ്റഡ് ക്ലയൻസിന് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. MURGC പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ പാരഗ്രാഫ് ഫോർ ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി എന്തെങ്കിലും ഉണ്ട് വിച്ച് ഇസ് അപ്രോപ്രിയറ്റ്ലി പ്രസന്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് എന്ത്? മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്തുള്ള ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അതർ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക.
ആൻഡ് അതർ ഇൻഫർമേഷനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് യൂസ് ചെയ്യാം. ആൻഡ് ഇൻ കേസ് എങ്ങാനും അതർ ഇൻഫർമേഷനും എഫ്എസും തമ്മിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, ആൻഡ് ദാറ്റ് ഇൻകൺസിസ്റ്റൻസി ഈസ് ഡ്യൂ ടു ദ മിസ്റ്റേക്ക് ഇൻ അതർ ഇൻഫർമേഷൻ, അങ്ങനെയാണ് ആ മിസ്റ്റേക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇസ് Yes, ക്ലിയർ sir. എവരിവൺ? ഓക്കെ. അപ്പൊ ഇത്രയും സിറ്റുവേഷനിലായിരുന്നു നമ്മൾ ഈ പറയുന്ന എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകളാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് നമ്മൾ പറഞ്ഞത്? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് ഉണ്ട്, അതർ മാറ്റർ പാരഗ്രാഫ് ഉണ്ട്, കീവേഡ് മാറ്റർ പാരഗ്രാഫ് ഉണ്ട്, മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് ഉണ്ട്, അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് ഉണ്ട്. ഇത്രയും പാരഗ്രാഫുകൾ ക്ലിയർ ആണോ എല്ലാവർക്കും? Yes, sir. പെർഫെക്റ്റ്. സോ Sir, ഒരു doubt. പറയടാ. ഈ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് ലിസ്റ്റഡ് എന്റിറ്റീസിന് മാത്രമാണോ അത് അൺലിസ്റ്റഡിനും പറ്റുമോ? കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് ജനറലി യൂസ് ചെയ്യുന്നത് ലിസ്റ്റഡ് ക്ലയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഹൗഎവർ ഓൺ ദ ബേസിസ് ഓഫ് ദി ഓഡിറ്റേഴ്സ് ഡിസ്ക്രിഷൻ ഓഡിറ്റർക്ക് അത് നോൺ ലിസ്റ്റഡ് ക്ലയന്റിനെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. നോർമലി ലിസ്റ്റഡ് എൻറ്റിറ്റീസിന് വേണ്ടിയിട്ടാണ് കൊടുക്കാറ്. ഓക്കെ Okay. സർ. നമ്മുടെ അന്നത്തെ റിപ്പോർട്ടിങ്ങിന്റെ സെഷൻ നോക്കിയാൽ മതി. റിപ്പോർട്ടിങ്ങിന്റെ സെഷൻ്റെ അകത്ത് നമ്മൾ റിയൽ ലൈഫിലുള്ള ഫയൽസ് വെച്ച് തന്നെയാണ് നമ്മൾ ഇത് ഓരോന്നും ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നതെന്നല്ല, ഓരോ ക്ലയന്റിന്റെയും ഓരോ രീതിയിൽ എങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് എക്സാമ്പിൾ ഓർക്കണം എന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ. സർ, യെസ് പ്ലീസ്. ഈ റിപ്പോർട്ടിന്റെ ഇംപ്ലിക്കേഷൻ നോക്കുമ്പോൾ മൾട്ടിപ്പിൾ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ് നമ്മളത് ISA പറഞ്ഞ പോലെ അപ്ഗ്രേഡ് ആയിട്ടാണോ എന്നുള്ള മെറ്റീരിയാലിറ്റി ഒക്കെ പറയില്ലെങ്കിൽ ജസ്റ്റ് ഇൻഡിവിജ്വലി പറയുന്നത്? അല്ലടാ, അത് രണ്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ രണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ യു കൻ ഡു വൺ തിങ്. ഐ വിൽ ജസ്റ്റ് ടേക്ക് യു ത്രൂ ദ സെയിം ക്വസ്റ്റ്യൻ, ബട്ട് യു കൻ ജസ്റ്റ് ലുക്ക് ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ കോൾഡ് ബാസ്കിംഗ് ആൻഡ് ബോസ്റ്റൺ. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു ബാസ്കിങ്ങും ബോസ്റ്റണും. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യനിലും രണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺ. ഇപ്പോൾ ചോദിച്ച രണ്ട് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനും ഉണ്ട്. നമ്മളോട് ചില സിറ്റുവേഷനിൽ അഗ്രിഗേറ്റ് ഓഫ് മിസ്റ്റേറ്റ്മെന്റും ചോദിക്കും, ചില കേസിൽ ഇൻഡിവിജ്വൽ മിസ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പാക്റ്റും ചോദിക്കും. അഗ്രിഗേറ്റ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ടായിരിക്കും നോക്കുക, ഇൻഡിവിജ്വൽ നോക്കുന്ന സമയത്ത് ഇൻഡിവിജ്വൽ തന്നെയായിരിക്കും നോക്കുക. ഓക്കെ സർ. ബാസ്കിങ്ങും ബോസ്റ്റണും കേട്ടോ. വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് വേണോ അതിന്റെ മെറ്റീരിയലിറ്റി വരാൻ? അത് ഞാനിപ്പോൾ പറഞ്ഞുതരാടാ. ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നെറ്റ് ഓഫ് ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ കൺസിഡർ ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അമൗണ്ട്സ്. ഓക്കെ. അപ്പൊ ഇതാണ് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഫർദർ ആക്ഷൻ എന്ന് പറയുന്ന ഏരിയ. ആൻഡ് അനദർ ഏരിയ ഈസ് നമ്മൾ പറഞ്ഞത് ഈ ബാസ്കിങ്ങും ബോസ്റ്റൺ എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് ബാസ്കിങ്ങും ബോസ്റ്റൺ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ഏരിയ, അതായത് ഇവിടെ തന്നേക്കുന്നുണ്ടോ, they have asked for explain the matters which should be discussed with the management in relation to each of the uncorrected misstatement. നമ്മളോട് ഇവിടെ ചോദിക്കുകയാണ് explain the matters which should be discussed with the management in relation to uncorrected misstatement. This is matters to be considered and discussion with the management. Okay, so we will consider this as matters to be considered and discuss with management. So matters to be considered and discussion with the management എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ചെറിയ ഏരിയ ആണ് ആക്ച്വലി. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം മാറ്റേഴ്സ് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം മാനേജ്മെന്റുമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു, ദോസ്റ്റായിട്ട് എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ബ്ലാ ബ്ലാ ബ്ലാ, ഇത് ഓരോന്നും പറഞ്ഞു പോയി. സോ വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഓൺ മാറ്റേഴ്സ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ്, നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ മാനേജ്മെന്റുമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി, ഈ താഴേക്കുള്ളതൊന്നും പറയണ്ട. സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ഇതാണ് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ്. സോ ഈ ഒരു ക്വസ്റ്റിന്റെ കേസിൽ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ കുറച്ച് മുന്നേ പറഞ്ഞ കഥകളൊക്കെ ഒഴിവാക്കിയിട്ട് മാറ്റേഴ്സ് എഴുതുക, എന്നിട്ട് നേരെ നിങ്ങൾ എഴുതുക ഓഡിറ്റർ ഷുഡ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ് ഇൻ റിലേഷൻ ടു റവന്യൂ റെക്കഗ്നേഷൻ, എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നാണ് പറയാം. ഒരേ ഒരു വ്യത്യാസം വരുത്തേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ ഇടയിലെ ഒരു കാര്യം മാത്രമായിട്ടാണ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് പറഞ്ഞത്. But when you are getting a question specifically on discussion with the management, if there is any provision to talk anything extra, അത് പറയാനുള്ളതും കൂടെ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ജഡ്ജ്മെന്റൽ ഏരിയ ആണെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ ദ റാഷണൽ ടു മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഇവരിപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് ചോദിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബോസ്റ്റൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത് കാണുന്നുണ്ട്. ഇവർ ഇമ്പയർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇമ്പയർമെന്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രോത്ത് റേറ്റ് അട്രിബ്യൂട്ടബിൾ ടു കമ്പനി ആസ് എ ഹോൾ ആണ്, instead of that specific asset.
അപ്പൊ അത് എന്തുകൊണ്ട് അത് യൂസ് ചെയ്തത് എന്നുള്ളത് ചോദിക്കാം. എന്നിട്ട് അത് റീസണബിൾ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് പറയുന്ന സമയത്ത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം പറഞ്ഞാൽ മതി. സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ഇനി അതേപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്ക് നോക്കി. കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നത് വാട്ട് വിൽ ബി ദ ഇംപ്ലിക്കേഷൻ ഫോർ ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്നാണ് ചോദിച്ചത്. സോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ എന്ത് ഇമ്പാക്ട് വരും എന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞത് അവിടെ മെറ്റീരിയാലിറ്റി എഴുതണം, പെർവേസീവ്നെസ് എഴുതണം, ഒപ്പീനിയൻ എഴുതണം, ബേസിസ് ഫോർ ഒപ്പീനിയൻ എഴുതണം, എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന്റെ യൂസേജ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതും പറയണം എന്ന് പറഞ്ഞത്. ഓൺ ദ അതർ ഹാൻഡ് ഇവിടെ ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ഇവിടെ ഇപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് അവിടെ അസ്യൂമിങ് ദ മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് ദ മിസ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈഡ്, ഇവാലുവേറ്റ് ദി ഇഫക്ട് ഓഫ് ഈച്ച് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ. നമ്മളോട് റിപ്പോർട്ട് അല്ല ചോദിച്ചേക്കുന്നത്, പകരം മാനേജ്മെന്റ് മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒപ്പീനിയന്റെ മേലെ എന്താണ് ഇമ്പാക്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഒപ്പീനിയന്റെ മേലെ എന്താണ് ഇമ്പാക്ട് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ വരുന്ന ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞതായിരിക്കും, നിങ്ങൾ മെറ്റീരിയാലിറ്റി പറയണം, പെർവേസീവ് ആണെന്ന് പറയണം, ഒപ്പീനിയൻ എന്താണ് വേണ്ടതെന്നുള്ളത് പറയാം. സോ യു നീഡ് നോട്ട് ടോക്ക് അബൌട്ട് ബേസിസ് ഫോർ ഒപ്പീനിയൻ ഓർ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ്. നിങ്ങൾ എവിടം വരെ പറഞ്ഞാൽ മതി? ഒപ്പീനിയൻ ഏതാണ് വേണ്ടത് എന്നുള്ളത് വരെ മാത്രം പറഞ്ഞാൽ മതി. സോ വെൻ യു ഗെറ്റ് ക്വസ്റ്റ്യൻ ഓൺ ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ, ഏതാണ് ഒപ്പീനിയൻ വേണ്ടത് എന്നുള്ളത് വരെ മാത്രം പറഞ്ഞാൽ മതി. സോ ദാറ്റ് മേക്സ് എ ഡിഫറൻസ് ഇൻ കേസ് ഓഫ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ദാൻ ഇമ്പാക്ട് ഓവർ ഓഡിറ്റ് ഒപ്പീനിയൻ. ക്ലിയർ ആയോ? Yes, sir. Yes, sir. ആൻഡ് ദിസ് അനദർ തിങ് ടു കൺസിഡർ. ഇവിടെ ചോദിച്ചേക്കുന്നുണ്ടോ? ഇവിടെ നിങ്ങളോട് ചോദിച്ചേക്കുന്ന മറ്റേ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് assuming the management does not adjust the misstatement identified, evaluate the effect of each on audit opinion ആണ് ചോദിച്ചേക്കുന്നത്. മാനേജ്മെന്റ് മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ദി ഇഫക്ട് ഓഫ് ഈച്ച്, അതായത് ഇവിടുത്തെ ഓരോ മിസ്റ്റേക്കും എന്ത് ഇഫക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നുള്ളത് പറയാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കേസസ് തന്നിട്ടുണ്ട്, അതായത് മൾട്ടിപ്പിൾ മിസ്റ്റേക്സ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ ഒരു മിസ്റ്റേക്ക് തന്നു, ഈ മിസ്റ്റേക്ക് പിക്ക് ചെയ്യണം. കേസ് നമ്പർ 1 വിൽ കൺസിഡർ Q1 ആൻഡ് ദിസ് ഇസ് Q2. ഈ Q1 എന്ന് പറയുന്ന മിസ്റ്റേക്ക്, അപ്പം അതിന് മാറ്റേഴ്സ് ആദ്യം എഴുതണം, അതായത് മെറ്റീരിയൽ ആണോ, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ്, അതേപോലെ തന്നെ വാട്ട് വെന്റ് റോങ്, ഇമ്പാക്ട് എഴുതണം, ദെൻ ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എഴുതണം. അതിനുശേഷം ആ എമൗണ്ട് ഓഫ് മിസ്റ്റേക്ക് അൺകറക്റ്റഡ് ആണെന്ന് അസ്യൂം ചെയ്ത് അതിന്റെ മെറ്റീരിയാലിറ്റി എഴുതുക, പെർവേസീവ്നെസ് എഴുതുക, ഒപ്പീനിയൻ ഏതാണ് വേണ്ടതെന്ന് പറയാം. ആ രണ്ടാമത് എഗൈൻ അടുത്ത ഹെഡിങ് കൊടുക്കുക Q2. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെയും അത് മാറ്റേഴ്സ് എഴുതണം, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എഴുതണം, മെറ്റീരിയാലിറ്റി എഴുതണം, അതിനുശേഷം പെർവേസീവ് ആണെന്ന് പറയണം, ദെൻ ഏതാണ് ഒപ്പീനിയൻ എന്ന് പറയണം. ഇങ്ങനെയാണ് ഇമ്പാക്ട് ഓഫ് ഈച്ച് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്. അതായത് ഓരോ മിസ്റ്റേക്കിന്റെ എമൗണ്ട് മെറ്റീരിയൽ ആണോ അതേപോലെ തന്നെ പെർവേസീവ് ആണോ നോക്കി ഏതാണ് ഒപ്പീനിയൻ കൊടുക്കേണ്ടതെന്നുള്ള സെപ്പറേറ്റ്ലി പറയേണ്ടതായിട്ട് വരും. ഇനി ഓൺ ദ അതർ ഹാൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ബോസ്റ്റൺ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൊത്തം 3 മിസ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇമ്പയർമെന്റിനെ ബേസ് ചെയ്തുള്ള മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ബോറോയിങ് കോസ്റ്റിനെ ബേസ് ചെയ്തുള്ള മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്തുള്ള മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 3 മിസ്റ്റേറ്റ്മെന്റ് തരുന്ന സ്ഥാനത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളോട് ഫസ്റ്റ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കി, മാറ്റേഴ്സ് വിച്ച് ഷുഡ് ബി ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ്. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാറ്റേഴ്സ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചേക്കാണ് അസ്യൂമിങ് മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് എനി ഓഫ് ദി മിസ്റ്റേറ്റ്മെന്റ്, ഡിസ്കസ് ദി ഇഫക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. മാനേജ്മെന്റ് ഒരു മിസ്റ്റേറ്റ്മെന്റ്സും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പം ഇമ്പാക്ട് ഓവർ ഓഡിറ്റ് ഒപ്പീനിയനും റിപ്പോർട്ടും എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഓഡിറ്റ് ഒപ്പീനിയൻ ആൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? മെറ്റീരിയൽ ആണോ, പെർവേസീവ് ആണോ, ഒപ്പീനിയൻ എന്താണ്, ബേസിസ് ഫോർ ഒപ്പീനിയൻ എന്താണ്, എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അത് പറയാം, നോർമലി ആവശ്യം വരില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയണം. പക്ഷേ ഇവിടെ ഇൻഡിവിജ്വൽ ഇമ്പാക്ട് അല്ല ചോദിച്ചേക്കുന്നത്, നിങ്ങളോട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് എന്താണെന്നുള്ളത് ചോദിച്ചു. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ട് ഓരോ മാറ്റേഴ്സിന് ഇൻഡിവിജ്വൽ ഇമ്പാക്ട് പറയാൻ പറഞ്ഞു മേലെ. പക്ഷേ റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചേക്കുന്നത് മാനേജ്മെന്റ് ഒരു മിസ്റ്റേക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ എന്താണ് ഇമ്പാക്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോന്നിനെയും മേലുള്ള ഇമ്പാക്ട് കുറച്ച് മുന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ ചോദിക്കാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യമേ ഇമ്പയർമെന്റ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുക, ഇതിന്റെ മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് എഴുതുക. ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിങ് കൊടുക്കുക, മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് മാത്രം എഴുതുക. ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക, മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് മാത്രം എഴുതുക. പക്ഷെ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഇമ്പാക്ട് ഓവർ ഓഡിറ്റ് ഒപ്പീനിയൻ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മിസ്റ്റേറ്റ്മെന്റിന്റെ ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്. സോ 500,000 ഡെബിറ്റിലും 500,000 ക്രെഡിറ്റിലുമാണ്. സോ എന്ത് ചെയ്യുക?
ടോട്ടൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ഇവിടെയാണ് നിങ്ങൾ ചോദിച്ച ഡൗട്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എക്സാം അപ്രോച്ചിൽ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യണം ദിസ് വൺ ഈസ് ഡെബിറ്റ്, സോ ഇറ്റ്സ് എ പോസിറ്റീവ് ബാലൻസ്, ആൻഡ് ദിസ് വൺ ഈസ് ക്രെഡിറ്റ്, ഇറ്റ്സ് എ നെഗറ്റീവ് ബാലൻസ്. സോ വെൻ യു കമ്പൈൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടുഗെദർ യു വിൽ ബി ടേക്കിംഗ് ഡിഫറൻസ്. സോ ഈ എമൗണ്ട് ഡിഫറൻസ് ആയിരിക്കണം ടോട്ടൽ എമൗണ്ട് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ടോട്ടൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. ആസ് പെർ ISA 450 ക്യുമുലേറ്റീവ് എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് ഇമ്പാക്ട് ഓവർ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കുമ്പോൾ. ബട്ട് വെൻ യു ടേക്ക് ദ ക്യുമുലേറ്റീവ് എമൗണ്ട്, നിങ്ങൾക്ക് തന്നേക്കുന്ന മിസ്സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ നോക്കണം അത് പോസിറ്റീവ് എമൗണ്ട് ആണോ നെഗറ്റീവ് എമൗണ്ട് ആണോ എന്ന്. പോസിറ്റീവ് എമൗണ്ടും നെഗറ്റീവ് എമൗണ്ടും ആണെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്ത ഡിഫറൻസ് വേണം എടുക്കാൻ. ആൻഡ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓർത്ത് വെക്കാൻ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെ റൂൾസ് ഒക്കെ ഏതൊക്കെയായിരിക്കും പോസിറ്റീവ് ബാലൻസ് വരുന്നുണ്ടാവുക? അസറ്റ്, എക്സ്പെൻസ്, ലോസസ്, ഇതൊക്കെ ആയിരിക്കും പോസിറ്റീവ് ബാലൻസ് ആയിട്ട് എടുക്കേണ്ടത്. നെഗറ്റീവ് ബാലൻസ് ആയിട്ട് എടുക്കേണ്ടത് ഏതൊക്കെയായിരിക്കും? ലയബിലിറ്റീസ്, പിന്നെ ഇൻകം, ഗെയിൻ. അപ്പോൾ നിങ്ങൾക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് അസറ്റോ എക്സ്പെൻസോ ലോസോ ആണ് നമ്മുടെ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ലയബിലിറ്റിയോ ഇൻകോ ഗെയിനോ ആണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് പിന്നെ ഇവിടെ ഓർക്കുക, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, എക്സ്പെൻസസ് ഓർ ലോസസ് ആണ് പോസിറ്റീവ്. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസ്, ഇൻകം ഓർ ഗെയിൻ ആയിരിക്കും നെഗറ്റീവ്. there is a decrease in the value of liability ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. there is a decrease in the amount of asset ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പം ഈ കാര്യം എപ്പോഴും ചിന്തിച്ചു വേണം കേട്ടോ. അപ്പം ഇങ്ങനെയായിരിക്കും മാറ്റേഴ്സ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ടാവുക. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, Yes, sir. perfect. So well, next it's about matters and further procedures. So basically when it comes to the matters and further procedures part, so last day we discussed about audit procedures to be performed by the auditor. So അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ആസ് എൻ ഓഡിറ്റർ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ സിനാരിയോ നോക്കുക. So when they ask us to perform procedure, we should consider whether there is anything that we can discuss with the management. മാനേജ്മെന്റുമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. സോ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് പറയുന്ന സമയത്ത് യു ഹാവ് ടു ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് സംതിങ് ആൻഡ് ടു കൺഫേം സംതിങ്. അപ്പോൾ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് പറയാം, എന്താ ഡിസ്കസ് ചെയ്യണം എന്നുള്ളത് പറയാം, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. ദെൻ റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറയാം. അവിടെ നിങ്ങൾ നോക്കണം എന്തിനെ കുറിച്ചിട്ടാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യണത് എന്നുള്ളത് പറയുന്നുണ്ടാവണം, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും പറയണം. ദെൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറയാം. അവിടെയും ദ സെയിം തിങ്, എന്തിനെ കുറിച്ചാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ, ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണം എന്നുള്ള പറയാം, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും പറയണം. ആൻഡ് എക്സ്റ്റേണൽ കൺഫർമേഷൻ വിൽ ബി ഓൾവേസ് ബി ഒബ്ടൈൻ ഫ്രം എ തേർഡ് പാർട്ടി. ദെൻ കറസ്പോണ്ടൻസ് നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് വിൽ ബി ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ്. സോ നമുക്ക് ഡാഷ് ആൻഡ് ഡാഷ് തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാൻ പറയാം, അത് എന്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതും പറയാം. ദെൻ കാൽക്കുലേഷൻസ് എന്തെങ്കിലും സിനാരിയിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ റീകാൽക്കുലേറ്റിംഗ് ദാറ്റ് ടു കൺഫേം ദ മാത്തമാറ്റിക്കൽ ആക്യുറസി. ദെൻ യു ക്യാൻ പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് അല്ലെ പ്രൂഫ് ഇൻ ടോട്ടൽ ചെയ്യാൻ പറയാം. എന്നിട്ട് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡോ മാർക്കറ്റ് പ്രൈസോ മാർക്കറ്റ് ആവറേജോ മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ടോ ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറയാം. ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റോട്ട് എൻക്വയറി ചെയ്യാൻ പറയാം. ഏതെങ്കിലും എക്സ്പെൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കാം. ബ്രേക്ക് ഡൗൺ എടുത്തിട്ട് ആ എക്സ്പെൻസ് പർട്ടിക്കുലർലി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബോർഡ് മിനിറ്റ്സ് ഒക്കെ റിവ്യൂ ചെയ്യാൻ പറയാം. നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുത്തേക്കുന്ന എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെൻസുകളൊക്കെ നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ നോട്ട്സ് നോക്കാം, ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആണോ എന്ന് അറിയാൻ. സോ ഇതായിരുന്നു നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വെനെവർ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ ഓൺ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, നിങ്ങൾ സിനാരിയിൽ നിന്ന് നോക്കേണ്ടത് ഓക്കെ ഈ കേസിൽ എനിക്ക് എന്താണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഈ കേസിൽ എനിക്ക് എന്തിനെ കുറിച്ചാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്ടൈൻ ചെയ്യാൻ പറ്റുന്നത്, എനിക്കിവിടെ ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് നോക്കാൻ പറ്റുന്നത്, ഇവിടെ ആരുടെ കയ്യിൽ നിന്നാണ് എനിക്ക് എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാൻ പറ്റുന്നത്, ഇവിടെ എനിക്ക് എന്താണ് കാൽക്കുലേഷൻസ് റീകാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റീപെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അനലിറ്റിക്കൽ പ്രൊസീജിയർ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആരുടെയൊക്കെ നമുക്ക് പെർഫോം ചെയ്യാം, എന്തൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കണം. ഏതൊക്കെ എക്സ്പെൻസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കാൻ പറ്റും, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ആലോചിച്ച് നോക്കുക. ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യുന്ന വഴി എന്ത് കിട്ടും എന്നുള്ളത് ആലോചിക്കുക.
ഏതൊക്കെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഇൻകം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് മാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണം. അത് ഏത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണെന്നുള്ളതും പറയണം. ദെൻ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് റിവ്യൂ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പം ബേസിക്കലി നമ്മൾ ഇതായിരിക്കും നോക്കുന്നുണ്ടാവുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ ബേസിക്കലി യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ matters to be considered and further procedure. So when there's a question on matters and further procedure ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മാറ്റേഴ്സ് പാർട്ട് എഴുതണം. അതായത് മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് വെൻ റോങ്, സിനാരിയോ പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതുക, ഇമ്പാക്ട് ഓൺ FS എഴുതുക. ഫോളോഡ് ബൈ ദ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഫർദർ ആക്ഷൻസ് ഓർ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആൻഡ് ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട്, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഫർദർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വേണം നിങ്ങൾ എഴുതാൻ. അവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്ലയന്റ് ഓൾറെഡി കുറച്ച് പ്രൊസീജിയേഴ്സ് ചെയ്തതിനെ കുറിച്ചൊക്കെ സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളോട് ഫർദർ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അഡീഷണൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ അഡീഷണൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് സിനാരിയോയിൽ തന്നേക്കുന്ന കേസ് എന്താണ്. വെദർ ദേ ആർ ഡിസ്കസിങ് അബൌട്ട് ആൻ എലമെന്റ് ഇൻ ദ P&L or whether they are discussing about an element in the SOFP. Okay, SOFP. P&L ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ നമ്മൾ അതിനെ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നായിരിക്കും P&L എലമെന്റ്സിനെ വിളിക്കുക, അതായത് ഇൻകത്തിനെ എക്സ്പെൻസിനെ വിളിക്കുക. SOFPക്കകത്തെ അസറ്റ് ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റിനെ നമ്മൾ വിളിക്കുന്നത് എന്തായിരിക്കും, we will call it as account balance എന്നായിരിക്കും വിളിക്കുക. So you need to consider about the assertions relating to class of transactions. ഏതൊക്കെയായിരുന്നു ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അസേർഷൻസ്? ഏതൊക്കെയായിരുന്നു? ഒക്കറൻസ് ഉണ്ടാവും, പിന്നെ കംപ്ലീറ്റ്നെസ് ഉണ്ടാവും, പിന്നെ ആക്യുറസി ഉണ്ടാവും, കട്ട് ഓഫ് ഉണ്ടാവും, ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ ഏതായിരുന്നു, പ്രസന്റേഷൻ ഉണ്ടാവും, അല്ലേ? Then when it comes to account balance, അവിടെ വരുന്ന അസേർഷൻസ് ഏതൊക്കെയായിരുന്നു? എക്സിസ്റ്റൻസ് ഉണ്ടാവും, പിന്നെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഉണ്ടാവും, ആക്യുറസി, വാല്യുവേഷൻ, അലൊക്കേഷൻ ഉണ്ടാവും, ദെൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും, presentation, ഓക്കെ, കംപ്ലീറ്റ്നെസ് ഉണ്ടാവും, പ്രസന്റേഷൻ ഉണ്ടാവും. സോ ഇത്രയായിരുന്നു അസേർഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ അക്കൗണ്ട് ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഒക്കറൻസ് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് യു മീൻ ബൈ ഒക്കറൻസ്? ട്രാൻസാക്ഷൻ്റെ ഇവൻറ്റ്സ് ശരിക്കും ഒക്കർ ചെയ്ത് തന്നെയാണ്, എൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ഒക്കർ ചെയ്താണ്. കംപ്ലീറ്റ്നെസ് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അതെല്ലാം കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആക്യുറസി എന്ന് പറയുമ്പോൾ കറക്റ്റ് എമൗണ്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ കറക്റ്റ് അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ്സ് പ്രകാരം എങ്ങനെ പ്രസന്റ് ചെയ്യണം അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് അക്കൗണ്ടിങ് ഹെഡിൽ കാണിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ബാലൻസിന്റെ അസേർഷൻസ് പറയുമ്പോൾ എക്സിസ്റ്റൻസ് പറയുന്നത് എന്താ, അസറ്റും ലയബിലിറ്റി ഇക്വിറ്റിയും എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത് അതൊക്കെ ശരിക്കും എക്സിസ്റ്റിംഗ് തന്നെയാണ്. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ കമ്പനിക്ക് ഏതൊക്കെ അസറ്റിന് മേലെ റൈറ്റ്സ് ഉണ്ടോ ഏതൊക്കെ ലയബിലിറ്റീസിന് മേലെ ഒബ്ലിഗേഷൻ ഉണ്ടോ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ആക്യുറസി, വാല്യുവേഷൻ, ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ എല്ലാ അസറ്റ്സും ലയബിലിറ്റിയും ഇക്വിറ്റിയും ആസ് പെർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏത് ഫിഗറിലാണ് കാണിക്കേണ്ടത് അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്, പ്രോപ്പർലി ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും പറയാം. ക്ലാസിഫിക്കേഷൻ എഗെയിൻ കറക്റ്റ് അക്കൗണ്ടിങ് ഹെഡിൽ കാണിച്ചിട്ടുണ്ടെന്നായിരിക്കും പറയുന്നത്. കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ അസറ്റും ലയബിലിറ്റിയും ഇക്വിറ്റിയും കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നായിരിക്കും പറയാം. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ ആസ് പെർ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് അക്കോർഡിംഗ്ലി പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും പറയാം. അപ്പോൾ ഈ അസേർഷൻസ് ഓരോന്നും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളോട് എങ്ങാനും സിനാരിയോയ്ക്ക് അത് കുറച്ച് പ്രൊസീജിയേഴ്സ് തന്നിട്ട് അവിടെ എന്തൊക്കെ ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക അവർ ചെയ്തേക്കുന്ന പ്രൊസീജിയർ വെച്ചിട്ട് ഇതിൽ ഏതൊക്കെ അസേർഷൻസ് ആണ് അവർ കൺഫേം ചെയ്തേക്കുന്നതെന്ന്. എന്നിട്ട് അവർ കൺഫേം ചെയ്യാത്ത അസേർഷൻസ് കൺഫേം ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് വേണം നിങ്ങൾ ചെയ്യാൻ. ആൻഡ് യു ക്യാൻ യൂസ് ദിസ് സെയിം നോളജ് ഫോർ ദ ക്വാളിറ്റി കൺട്രോൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻ. നിങ്ങളോട് സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഓഡിറ്റർ ഒബ്ടൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ശരിക്കും അവിടെ ഏതൊക്കെ അസേർഷൻസ് ആണ് പ്രൂവ് ചെയ്യേണ്ടത് ആ അസേർഷൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ അസേർഷൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് വേണം നിങ്ങൾ ചെയ്യാൻ. ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. സോ ഫർദർ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ അഡീഷണൽ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടതെന്ന് വേണം പറയാൻ. ആൻഡ് അവിടെ നമ്മളപ്പോൾ നോക്കേണ്ടത് എന്താ, അസേർഷൻസ് ഏതൊക്കെയാണ് ഫുൾഫിൽ ചെയ്യാനുള്ളത് അത് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതായിരിക്കും മാറ്റേഴ്സ് ടു ബി കൺസിഡർ ഫർദർ പ്രൊസീജിയർ വിച്ച് ഈസ് വെരി റെയർലി ആസ്ക് ഫോർ ദ എക്സാം.
നിങ്ങളോട് നോർമലി ചോദിക്കാറുള്ളത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഫെർദർ ആക്ഷൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് മാറ്റേഴ്സ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ്, which is the most frequently asked question for your exam. Matters to be considered, audit evidence area. So basically matters to be considered and audit evidence എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് ഇവിടെ എക്സാമിനർ ചോദിക്കുന്ന റിക്വയർമെന്റിന്റെ അകത്ത് സ്ലൈഡ് ചേഞ്ച് ഉണ്ടാവും. സോ നോർമലി this will be the way in which you will be getting question. Using the information contained in Exhibit 1, comment on the matters to be considered and explain audit evidence you should expect to find during the review of audit working papers. So well, you have got two requirements here. Number one, comment on the matters to be considered. So നിങ്ങളോട് ഇവിടെ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സോ ആസ് യൂഷ്വൽ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫോമാറ്റ് ഏത് തന്നെ ആയിരിക്കും? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ ഫസ്റ്റ് മെറ്റീരിയാലിറ്റി പറയാം, രണ്ടാമത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം, മൂന്നാമത് വാട്ട് വെൻ റോങ് പറയാം. അതായത് സിനാരിയോയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ മിക്സപ്പ് ചെയ്ത് അവിടെ എന്താ തെറ്റായിട്ട് സംഭവിച്ചെന്ന് പറയാം. ആൻഡ് ഇൻ സം കേസസ് വാട്ട് വെന്റ് റോങ്ങിന് പകരം ഇറ്റ് ക്യാൻ ഓൾസോ ബി വാട്ട് വിൽ ഗോ റോങ്. ചിലപ്പോൾ റിസ്ക് പോലെ തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പ്ലസ് ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയണം. സോ മാറ്റേഴ്സ് ആൻഡ് ഓഡിറ്റ് എവിഡൻസിന്റെ ക്വസ്റ്റനിലും മാറ്റേഴ്സ് പാർട്ട് വിൽ റിമെയിൻ ദ സെയിം ആൻഡ് ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ദാറ്റ്. ആൻഡ് ദ ഓൺലി ചേഞ്ച് വിൽ ബി ഇൻ ദ ഏരിയ ഓഫ് explain the audit evidence you should expect to find during the review of audit working paper. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യമേ എന്താ ചിന്തിക്കേണ്ട പെർസ്പെക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളോട് പ്രൊസീജിയർ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, കുറച്ച് മുന്നേ ചോദിച്ച പോലെ. പകരം നിങ്ങളോട് പറയാണ് ആരോ വന്ന് പ്രൊസീജിയേഴ്സ് ചെയ്ത് പോയി. നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് എവിഡൻസ് ആണ് അവിടെ കാണാൻ പറ്റുക. സോ വിൽ വി നോ ദാറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്, working paper is a document which shows the procedures performed by the auditor, evidences obtained and conclusions reached. So ഏതോ ഒരു ഓഡിറ്റർ ഓൾറെഡി പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട്, എവിഡൻസുകൾ ഒബ്റ്റൈൻ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെ ആയിരിക്കും എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ഇവിടെ എന്തൊക്കെ എവിഡൻസ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള, ഞാൻ ആദ്യം സിനാരിയോ വായിക്കാം. ലോജിക്കലി തിങ്ക് അബൌട്ട് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വിച്ച് യു നീഡ് ടു പെർഫോം ദെയർ. ആൻഡ് ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് എവിഡൻസ് കിട്ടിയെന്നാണ് നിങ്ങൾ പറയേണ്ടത്. സോ ലിറ്ററലി സാധാരണ നിങ്ങൾ പറയാറുള്ള ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊസീജിയേഴ്സ് പറയുമ്പം യു വിൽ ഡിസ്കസ് അബൌട്ട് ദ പ്രൊസീജിയർ പ്ലസ് വാട്ട് എവർ ബി ദ ഡോക്യുമെന്റ് ഓഫ് ഇൻഫർമേഷൻ റിക്വയർഡ്, അത് നിങ്ങൾ പറയും, പ്ലസ് ദ പേർപ്പസ് ഓഫ് ദി പ്രൊസീജിയർ, അതെന്താണെന്നുള്ളതും പറയും. സോ ഇവിടെ നിങ്ങളോട് പ്രൊസീജിയർ ചെയ്യാനല്ല പറയുന്നത്, എന്തൊക്കെ എവിഡൻസ് കാണാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. സോ യു ക്യാൻ അവോയ്ഡ് ദ പ്രൊസീജിയർ പാർട്ട്. ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷൻ ആൻഡ് പേർപ്പസ് ആണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷെ പ്രൊസീജിയർ പാർട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. നിങ്ങളോട് എന്ത് പ്രൊസീജിയർ ചെയ്യണം എന്നല്ല ചോദിച്ചത്, പ്രൊസീജിയർ ചെയ്തതിന്റെ ബേസിസിൽ എന്ത് എവിഡൻസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ സാധാരണ നിങ്ങൾ പ്രസന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് എഴുതുന്നത്. അതായത് പാസ്റ്റ് ടെൻസിൽ എഴുതണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഓഡിറ്റ് എവിഡൻസ് എഴുതുമ്പോൾ ഞാൻ നിങ്ങളെ ക്ലാസ് ചെയ്യിച്ചത് ഇങ്ങനെയായിരുന്നു. ആദ്യം ലോജിക്കലി അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്രൊസീജിയർ എന്നുള്ള ആലോചിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പ്രൊസീജിയറിനെ എടുത്തിട്ട് എവിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. അവിടെ ഞാൻ പറഞ്ഞു ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. പകരം അതെന്തായി മാറും, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എവിഡൻസ് അവിടെ കാണാൻ പറ്റുന്നത്? യു ക്യാൻ ഫൈൻഡ് നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ്. മാനേജ്മെന്റുമായിട്ട് നടത്തിയേക്കുന്ന ഡിസ്കഷന്റെ നോട്ട്സ് കാണാം. ദെൻ യു നീഡ് നോട്ട് ഒബ്റ്റെയിൻ എ റിട്ടൺ റെപ്രസെന്റേഷൻ. എന്താ കാണാൻ പറ്റുന്നത്? ദർ വിൽ ബി എ റിട്ടൺ റെപ്രസെന്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, എ കോപ്പി ഓഫ് റിട്ടൺ റെപ്രസെന്റേഷൻ ഉണ്ടാവും. യു നീഡ് നോട്ട് ഒബ്റ്റെയിൻ ആൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ. നിങ്ങൾക്ക് എന്താ എവിഡൻസ് കാണാൻ പറ്റുക? ദർ വിൽ ബി എ കോപ്പി ഓഫ് എക്സ്റ്റേണൽ കൺഫർമേഷൻ. യു നീഡ് നോട്ട് റിവ്യൂ ദ കറസ്പോണ്ടൻസ്. വാട്ട് വിൽ ബി ദ എവിഡൻസ് ദെയർ? ദർ വിൽ ബി എ റിവ്യൂ ഓഫ് കറസ്പോണ്ടൻസ്. യു നീഡ് നോട്ട് റീകാൽക്കുലേറ്റ് ദാറ്റ്. പകരം എന്തുണ്ടാവും, ഓൾറെഡി വന്ന ഓഡിറ്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും, റീകാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ യു ക്യാൻ ഫൈൻഡ് ദ റീകാൽക്കുലേഷൻ ഷീറ്റ് അല്ലെങ്കിൽ റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ നോക്കാൻ പറയാം. അനലിറ്റിക്കൽ പ്രൊസീജിയർ പെർഫോം ചെയ്യാൻ പറയേണ്ട, അവിടെ എന്തുണ്ടാവും, ദർ വിൽ ബി ആൻ അനലിറ്റിക്കൽ പ്രൊസീജിയർ. Then obtain breakdown of expense അല്ല, there will be a breakdown of expense. Review of board minutes എന്നുണ്ടാവും. അവിടെ there will be a review of board minutes and agree expenses to supporting documents such as purchase invoice.
പകരം അവിടെ എന്തുണ്ടാവും? എഗ്രി അല്ല, ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. സോ ദ വിൽ ബി ആൻ എഗ്രിമെന്റ് ഓഫ് എക്സ്പെൻസസ് ടു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. Then there will be a review of notes to financial statements. So this will be the way in which you will be writing matters to be considered and audit evidence. So instead of present and future, you need to talk about the past. So നിങ്ങളല്ല പ്രൊസീജിയർ ചെയ്യുന്ന, ആരോ പ്രൊസീജിയർ ചെയ്തു പോയി. നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണോ പ്രൊസീജിയർ ചെയ്ത് പോയത് അവരെന്തൊക്കെയാണോ ചെയ്തത് അതിന്റെ എവിഡൻസുകൾ എന്തൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? മനസ്സിൽ ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ ചെയ്യിച്ച അപ്രോച്ച് ചെയ്തായിരുന്നു, നിങ്ങൾക്കും ഇനീഷ്യലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. അതായത് ആദ്യം പ്രൊസീജിയർ ആയിട്ട് എഴുതിയാൽ മതി, എന്നിട്ട് അതിനെ എവിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ എക്സാമിൽ നമുക്കത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പ്രൊസീജിയർ ആയിട്ട് നിങ്ങൾ മനസ്സിൽ ആലോചിച്ച് നോക്കുക, എന്നിട്ട് അതിനെ എവിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നേരെ എഴുതുക. സോ ദിസ് ഈസ് ഹൗ യു നീഡ് ടു അപ്രോച്ച് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസ്. സോ ദിസ് വിൽ ബി ദ വേ ഇൻ വിച്ച് examiner will be testing the reporting part primarily. So you will be getting 4 set of questions, not 4 set of questions. You will be getting any one of these 4 set. Matters to be considered, further action ആവാം, discussion with the management ആവാം, further procedure ആവാം, audit evidence ആവാം. And you have to make sure that further action ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതും further procedure തമ്മിൽ മാറി പോവരുത്. When it comes to further action, actionന്റെ അകത്ത് you will be talking about the step by step procedure. ആരോടൊക്കെ എന്തൊക്കെ പറയണം, എങ്ങനെയൊക്കെ വരും എന്നുള്ളത്. Further procedure ചോദിക്കുമ്പോൾ you will be talking about the audit procedures. So keep that one in mind. Discussion with management ചോദിക്കുമ്പോൾ എന്താണോ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി. ഓഡിറ്റ് എവിഡൻസ് ചോദിക്കുമ്പോൾ ഫർദർ പ്രൊസീജിയറിനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കൺവേർട്ട് ചെയ്താൽ മതി. സോ ഇങ്ങനെയായിരിക്കും റിപ്പോർട്ടിങ്ങിന്റെ പാർട്ട് അപ്രോച്ച് ചെയ്യുക. എനിവേ 100% ഉറപ്പായിട്ടും one of the 25 marks question will be from this area. So this is how reporting question will be tested for the exam. And till the date, ഞാൻ ലാസ്റ്റ് നിങ്ങളൊരു കണക്ക് പറഞ്ഞു, over the past 8 years and over 150 plus batches, till the date ഈ പാറ്റേൺ മാറി ചോദിച്ചിട്ടില്ല. നോർമലി എപ്പോഴും ഈ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരല്. ആൻഡ് ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വരുന്നതിന്റെ അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്താ മാറിക്കൊണ്ടിരിക്കുക? സാധാരണ ഞാൻ എപ്പോഴും പറയലുള്ള എന്താ മാറിക്കൊണ്ടിരിക്കുന്നത്? ഏരിയ ഓഫ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ലേ? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് മാത്രമേ മാറുള്ളൂ. ദി സ്ട്രക്ചർ വിൽ റിമെയിൻ ഓൾമോസ്റ്റ് ദി സെയിം. സോ ഹൗ ഡു യു നീഡ് ടു ടാക്കിൾ ദ ആൻസർ? In order to tackle the answer, there is only one option. എന്തായിരിക്കും അത്? നത്തിങ് ബട്ട് ട്രീറ്റ്മെന്റ് നല്ലപോലെ പഠിക്കുക അല്ലേ? എല്ലാ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നോളജ് ഉണ്ടാവണം. ആൻഡ് ഐ ടോൾഡ് യു ദ ലാസ്റ്റ് ഡേ, ഫസ്റ്റ് ഡേ itself, that when it comes to the paper AAA, it's a combination of your audit and SBR paper together. So without having knowledge in SBR, I have specifically mentioned that you need to have knowledge in SBR. നിങ്ങളോട് ഒരിക്കലും ഞാൻ IFRS-ഉം IAS-ഉം പഠിക്കണം എന്നല്ല പറഞ്ഞ്, I have asked you to revise the whole area of SBR. അല്ലേ? നമ്മൾ റെഗുലർ ബാച്ച് എടുക്കുന്ന സമയത്ത് SBRന്റെ സ്റ്റാൻഡേർഡ്സിലേക്കും SBRന്റെ സെഷനിലേക്കും ഫുള്ളി ഞാൻ ആക്സസ് തന്നിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ്സിന് ഫുൾ ഏരിയയിലേക്ക്. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി സ്റ്റാൻഡേർഡ് ഈസ് റിക്വയർഡ്. അതായത് എനിക്ക് തോന്നുന്നു 2016-17 ആ ഒരു സമയത്തൊക്കെ, അല്ലെ 15 ആ സമയത്തൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പിൾ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളായിരുന്നു. ആൻഡ് ഐ ഹാവ് ടോൾഡ് യു ആൻ ഇൻസിഡന്റ്. നമ്മുടെ ഒരു AAA നോട്ട്സിന്റെ അകത്ത് ഓഡിറ്റ് റിസ്കിന്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു, കുറച്ച് കോമൺ റിസ്ക് എന്ന് പറഞ്ഞിട്ട്. ദർ വാസ് എൻ എക്സാം, എനിക്കൊന്ന് 2017 തോന്നുന്നു. നമ്മുടെ ഒരു സ്റ്റുഡന്റിന് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടി. ആ സമയത്ത് ഫസ്റ്റ് റാങ്ക് മാത്രമേ ഉണ്ടായിരുന്നു, സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് എന്നുള്ള ഇപ്പോഴത്തെ സിസ്റ്റം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റുഡന്റിന് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കിട്ടി. ആൻഡ് ആ കുട്ടി പഠിച്ച സമയത്ത് ആൻഡ് AAA അന്നത്തെ സമയത്ത് P7 ആണ്. P7 വാസ് എ ഫസ്റ്റ് പേപ്പർ. കാരണം ഫസ്റ്റ് 9 പേപ്പേഴ്സ് എക്സംപ്റ്റഡ് ആയിരുന്നു. ആൻഡ് ഡയറക്ട്ലി വന്ന് ചെയ്ത പേപ്പർ AAA ആണ്. ആൻഡ് ഷീ ഗോട്ട് ദ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക്. ആൻഡ് ദ ഓൺലി റീസൺ വാസ് ദാറ്റ് ആ കുട്ടി ഫുൾ സ്റ്റാൻഡേർഡ്സിന്റെ ഏരിയാസ് നോക്കി. പ്ലസ് സ്റ്റാൻഡേർഡ്സിന്റെ ഏരിയാസ് എങ്ങനെയാണ് നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ നോട്ട്സ് വെച്ച് മാത്രം. ആൻഡ് ആ നോട്ട്സിൽ നിന്ന് മാത്രമായിരുന്നു അന്നത്തെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു പീരീഡിലൊക്കെ റിപ്പീറ്റഡ്ലി ആ ഒരു കുറച്ച് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്ത് മാത്രം ചോദിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഓൺലി റീസൺ. അങ്ങനെയാണ് കുട്ടിക്ക് റാങ്ക് കിട്ടിയത്. പക്ഷേ ഈ സമയത്ത് അതൊരിക്കലും നടക്കില്ല. കാരണം ഞാൻ നിങ്ങളോട് നോട്ട്സ് തന്ന സമയത്ത് പറഞ്ഞാണ് അത് റെഫറൻസ് പേർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന്. കാരണം കുറച്ച് കോമൺ ആയിട്ടുള്ള റിസ്ക് എങ്ങനെയാ വരിക എന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് തന്നത്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം ഇന്ന് എല്ലാ സ്റ്റാൻഡേർഡ്സും ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഫോമാറ്റ് ഒക്കെ പഠിച്ചു വെച്ചൊന്നും കാര്യമില്ല. നിങ്ങൾ SBRന്റെ ഏരിയാസ് റിവൈസ് ചെയ്യണം. ഐ റിപ്പീറ്റ്, SBRന്റെ ഏരിയാസ് എല്ലാം തന്നെ റിവൈസ് ചെയ്യണം, ഇൻക്ലൂഡിങ് ദ കൺസോൾട്ടേഷൻ പാർട്ട്. ആൻഡ് അത് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക ഞാൻ പറയാം. അതായത് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ 50 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദർ വിൽ ബി മൾട്ടിപ്പിൾ റിസ്ക്. ആൻഡ് എക്സാമിനർ എപ്പോഴും പറയുന്ന കാര്യമാണ്,
നിങ്ങളോട് എത്ര റിസ്ക് ആണോ എഴുതാൻ പറയുന്നത്, അല്ലെ എത്ര മാർക്കിനുള്ളതാണ് റിസ്ക് ചോദിക്കുന്നത്, ഫോർ ഷുവർ ആ മാർക്കിനേക്കാളും കൂടുതൽ മാർക്കിന്റെ റിസ്ക് സിനാരിയോയിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്ന എഴുതിയാൽ മതി. അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ നമുക്ക് 1 മാർക്കാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ട്രീറ്റ്മെന്റ് വന്നു, ഇപ്പൊ നിങ്ങളോട് എന്താ പറയാ IFRS 16 കുറിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് അറിയില്ല എന്ന് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് എഴുതണ്ട, സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഒന്നും എഴുതിയാൽ മതി. പക്ഷെ അത് നമുക്ക് പാർട്ട് ബിയിൽ നടക്കില്ല. കാരണം ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ സാമ്പിൾ ക്വസ്റ്റ്യൻ 2021 കിറ്റിൽ നോക്കി, റോക്കറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ആ റോക്കറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് IFRS 15 ഒറ്റ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ, ശരിയല്ലേ? അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിരുന്നു, ഇവിടെ IFRS 15 ഒറ്റ ട്രീറ്റ്മെന്റ് ഉള്ളൂ എന്നുള്ളത് മാത്രമല്ല, ഇവിടെ 7+5 12 മാർക്സിന് ഈ ഒറ്റ IFRS 15 ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്താണ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ശരിയല്ലേ? അപ്പോൾ എങ്ങാനും IFRS 15 ട്രീറ്റ്മെന്റ് അറിയില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലോ ആ 12 മാർക്കും പോകും. നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇല്ല. കാരണം ഇവിടെ ചോയ്സ് ഇല്ല, 1 or 2 ഏത് വേണം എന്നുള്ള ചോയ്സ് നിങ്ങൾക്ക് ഇല്ല. You will be able to write your answer only based on the specific standard. So if you are not having an idea on the standard, ഒന്നും എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രത്യേകം SBR മൊത്തത്തിൽ റിവൈസ് ചെയ്യണം. നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് മാത്രമായിട്ട് നോക്കി വെക്കരുത്. Yes, there are some standards which are repeatedly asked, like IFRS 15, almost എല്ലാ എക്സാമിനും ഉണ്ട്. IFRS 15, IAS 2, IFRS 5, then IFRS 8, IFRS 9, and same as that IAS വന്നു കഴിഞ്ഞാൽ IAS 36, 37, 38, 40 ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. IAS 10. സോ ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ സ്റ്റാൻഡേർഡുകളുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഏറ്റവും നല്ലപോലെ അറിയാവുന്ന സ്റ്റാൻഡേർഡും ആയിരിക്കും ഓഫ് കോഴ്സ് ഇത്. ഇതിന് പുറമെ ഏത് സ്റ്റാൻഡേർഡും വരാം. അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കരുത് ആ കാര്യത്തിൽ മാത്രം. നിങ്ങൾ AAA എന്ന് പറയുന്ന പേപ്പർ ജസ്റ്റ് ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പേപ്പറാണ്. ഈ റിവിഷൻ ക്ലാസ്സിൻ്റെ അകത്ത് പറയുന്ന സാധനങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ പുഷ്പം പോലെ AAA പാസ്സാകാൻ പറ്റും, സ്റ്റാൻഡേർഡ്സ് അറിയാമെന്നുണ്ടെങ്കിൽ. ആൻഡ് എബോവ് ദാറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം സ്റ്റാൻഡേർഡ്സ് അറിയാമെന്നുണ്ടെങ്കിലും AAA റിവിഷൻ അറ്റൻഡ് ചെയ്താലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം സുഖമായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ബട്ട് എഴുതി തീർക്കണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക തന്നെ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ബ്ലെൻഡ് വന്നാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. ഒന്ന്, AAA പഠിക്കണം. പഠിക്കുന്നത് ഞാൻ പറഞ്ഞു, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്തായാലും പാസ്സാവും. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട പോലെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. 2, പ്രാക്ടീസ് ചെയ്യുക. 3, സ്റ്റാൻഡേർഡ്സ് പഠിക്കുക. അതിൽ ഓർഡർ ശരിക്കും ഇങ്ങനെയാണ്: സ്റ്റാൻഡേർഡ്സ് പഠിക്കുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഈ ഓർഡർ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തു, എക്സാമിന് തലേന്ന് സ്റ്റാൻഡേർഡ്സ് പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ചെയ്യുന്ന പ്രാക്ടീസ് മൊത്തം വേസ്റ്റാണ്. കാരണം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് അറിയില്ലാതെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പഠിക്കാമെന്ന് വെച്ചാൽ അത് പോസിബിൾ ആവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആദ്യം സ്റ്റാൻഡേർഡ്സ് പഠിക്കുക, ദെൻ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ഓർഡർ തന്നെ പോകാനായിട്ട് നോക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ, ക്ലിയർ അല്ലേ? പെർഫെക്റ്റ്. സോ ഇനി നമുക്ക് ഒരു ഏരിയയും കൂടെ നോക്കാം. ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. സെയിം റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്ത് തന്നെയുള്ള ക്രിട്ടിക്കൽ അപ്രൈസലിൻ്റെ ഏരിയയും കൂടി നോക്കാം. സോ ബേസിക്കലി ക്രിട്ടിക്കൽ അപ്രൈസലിൻ്റെ ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നു, യു നീഡ് ടു ലേൺ ദ ഫോമാറ്റ്സ്. നമുക്ക് പലതരത്തിലുള്ള എൻഗേജ്മെൻറ്റുകളെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. സോ ആ ഓരോ എൻഗേജ്മെൻറ്റുകളുടെയും ഫോമാറ്റുകളും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സോ ആ ഫോമാറ്റ് നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിരിക്കണം. സോ ബേസിക്കലി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പോർട്ടിംഗ് ഫോമാറ്റ്സ് നോക്കേണ്ടതാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് ഐ ബിലീവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ റിയൽ ലൈഫ് ഫയൽസ് വെച്ചിട്ടായിരുന്നു ഇത് ഓരോന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടിങ്. സോ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് പഠിക്കുക. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് പിന്നെ നമുക്കൊരു പ്രത്യേകത ഉള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി എക്സാമിന് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ക്വസ്റ്റൻസ് ചോദിക്കാറില്ല. അതായത് നമുക്കൊരു എക്സ്ട്രാക്ട് മാത്രമായിരിക്കും തരുന്നുണ്ടാവുക. നമുക്ക് തന്നേക്കുന്ന ഭാഗം മാത്രം ഇവാലുവേറ്റ് ചെയ്യാനാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റിൽ നമ്മളോട് പറയാറുള്ളത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ PFI എൻഗേജ്മെൻറ്റ്സിൻ്റെ കേസിൽ നമ്മളോട് ഫുൾ ഫ്ലെഡ്ജ്ഡ് റിപ്പോർട്ട് തന്നെ ചോദിക്കും. അതായത് എൻഡ് ടു എൻഡ് PFIയുടെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ PFIയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർലി ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ ഫോമാറ്റ് ബൈഹേർട്ട് തന്നെ പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് AAAയിൽ നിങ്ങളോട് ഒന്നും ബൈഹേർട്ട് പഠിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. പക്ഷേ AAAയിൽ ഈ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ബൈഹേർട്ട് പഠിക്കണം, റിപ്പോർട്ടിംഗ് ഫോമാറ്റ് പഠിക്കണം. പഠിക്കാണ്ട് നമുക്ക് പാസ്സാവാൻ പറ്റില്ല. ഇനി മറ്റൊരു പ്രത്യേകത ഉള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വോട്ടേഴ്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. വോട്ടേഴ്സ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഡിസ്കസ് ദ കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ട് വിച്ച് വുഡ് ബി ഇഷ്യൂഡ് ഓൺ PFI, എക്സ്പ്ലെയിനിങ് ദ ലെവൽ ഓഫ് അഷുറൻസ് വിച്ച് ഈസ് പ്രൊവൈഡഡ്. ഈവൻ ദിസ് വാസ് ആസ്ഡ് ആസ് എ തിയറി ക്വസ്റ്റ്യൻ. നിങ്ങളോട് റിപ്പോർട്ടിംഗ് ഫോമാറ്റ് എന്താണെന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു PFIയുടെ. അപ്പോൾ
അങ്ങനെ ചോദിക്കുന്ന കമ്പാരിറ്റീവ്ലി കുറവാണ്. ബട്ട് സ്റ്റിൽ ഞാൻ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. PFയുടെ റിപ്പോർട്ടിംഗ് ഫോമാറ്റ് ആസിൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് നമുക്ക് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർലി PFയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. സോ പ്ലീസ് ഡു പ്രാക്ടീസ് ദ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു PFI. എന്താണേലും എല്ലാവരും എന്ത് ചെയ്യുക? PFയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഫോമാറ്റ് പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ക്രിട്ടിക്കൽ അപ്രൈസലിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. സോ ക്രിട്ടിക്കൽ അപ്രൈസലിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക? ഫോമാറ്റ് പഠിക്കുക. സോ നമ്മളിപ്പം ആദ്യമേ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യമേ ടൈറ്റിൽ കൊടുക്കണം. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കേസിൽ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ടൈറ്റിൽ കൊടുക്കുക. ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കേസിൽ അഡ്രസ് ആരായിരുന്നു? അഡ്രസ് ആരാ വരിക? അഡ്രസ് എന്ന് പറയുന്നത് എപ്പോഴും ആയിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സിനായിരിക്കണം എഴുതിയിട്ടുണ്ടാവുന്നത്. ഒപ്പീനിയൻ പാരഗ്രാഫ് വേണം ആദ്യമേ കൊടുക്കാൻ. ആൻഡ് ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് എന്ത് കൊടുക്കുക? ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് കൊടുക്കണം. ദെൻ എക്സ്പ്ലനറ്ററി പാരഗ്രാഫുകൾ ഓരോന്നും ഇൻക്ലൂഡ് ചെയ്യാം. മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി, ഓഡിറ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ് പറയണം. അതർ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റീസ് പറയണം. ദെൻ നെയിം ഓഫ് ദി എൻഗേജ്മെൻറ്റ് പാർട്ണർ പറയുക, സിഗ്നേച്ചർ ഇടുക, അഡ്രസ്സ് എഴുതുക, ഡേറ്റ് ഇടുക, കൺക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും ഒരു ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ലെറ്ററിൻ്റെ ഫോമാറ്റ് വരിക. നമ്മൾ പഠിച്ചതായിരുന്നു. ആ ഫോമാറ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്കഷൻ വീഡിയോ തന്നെ നോക്കുക കേട്ടോ. അവിടെ നമ്മൾ സാമ്പിൾ ഫയൽസ് വെച്ച് തന്നെ പഠിച്ചിരുന്നു. സോ ഓർത്തിരിക്കാൻ എളുപ്പമാവും. ഇനി ഇവിടെ PFIയുടെ എൻഗേജ്മെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേനും PFIയുടെ എൻഗേജ്മെൻറ്റ് ഫോമാറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ബിഗ്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ബൈഹെർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം ബൈഹെർട്ട് ചെയ്താൽ പോരാ, ഓർഡറും പഠിക്കണം. കാരണം ഈ സെയിം ഓർഡറിൽ തന്നെ വേണം ഇത് ഓരോന്നും ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പം ഇവിടെയും ടൈറ്റിൽ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്നുള്ളത് തന്നെയായിരിക്കും. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ അഡ്രസ്സി ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സ്, ഓണേഴ്സ് ഒക്കെ ആയിരുന്നു. ബട്ട് PFI എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബഡ്ജറ്റ് ഓർ ഫോർകാസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഇന്റേണൽ പേർപ്പസിന് വേണ്ടിയിട്ടാണോ എക്സ്റ്റേണൽ പേർപ്പസിന് വേണ്ടിയിട്ടാണോ? നോർമലി ഇന്റേണൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ ആരായിരിക്കും അഡ്രസ് ആയിട്ട് വരിക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരിക്കലും PFIയുടെ അഡ്രസ് ഷെയർ ഹോൾഡേഴ്സോ മെമ്പേഴ്സോ ആയിരിക്കത്തില്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ദെൻ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്ന് പറഞ്ഞു? സബ്ജക്ട് മാറ്റർ പറയണം. സബ്ജക്ട് മാറ്റർ പറയുമ്പോൾ സബ്ജക്ട് മാറ്ററിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞേ? പീരീഡ് പറയണം, ദെൻ ക്ലയൻറ്റിൻ്റെ പേര് പറയണം, എലമെന്റ്സ് ഓഫ് സബ്ജക്ട് മാറ്റർ എന്തൊക്കെയാണെന്നുള്ളത് പറയണം. അതായത് SOFP ആണോ PNL ആണോ എന്തൊക്കെയാണുള്ളതെന്ന് പറയണം. ദെൻ ആപ്ലിക്കബിൾ ലോ ആൻഡ് സ്റ്റാൻഡേർഡ്സ് പറയണം നമ്മൾ പറഞ്ഞു. മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പറയണം. അക്കൗണ്ടൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. പേർപ്പസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് PFI നമ്മൾ കൊടുക്കുന്നുണ്ടാവണം. നെഗറ്റീവ് അഷുറൻസ് ആയിരിക്കണം നമ്മളവിടെ കൊടുക്കുന്നുണ്ടാവേണ്ടത്. നമ്മൾ പഠിച്ചിരുന്നു പോസിറ്റീവ് അഷുറൻസും നെഗറ്റീവ് അഷുറൻസും. അവിടെ നമ്മൾ നെഗറ്റീവ് അഷുറൻസ് ആയിരിക്കും കൊടുക്കുക. PFI അസംഷൻസിൻ്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നുള്ള കാര്യം പറയണം. ദെൻ അപ്രോപ്രിയേറ്റ് കേവിയറ്റ്സ് എന്തൊക്കെയാണോ അത് പറയണം. കേവിയറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്ലെയിമർ കൊടുക്കാനുണ്ടെങ്കിൽ ആ ഡിസ്ക്ലെയിമർ കൊടുക്കണം. അതേപോലെ തന്നെ ഓഡിറ്ററിൻ്റെ സിഗ്നേച്ചറും അഡ്രസ്സും കൊടുക്കുക, ഡേറ്റ് ഓഫ് ദി റിപ്പോർട്ട് എഴുതി കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ കീവേഡ്സ് തന്നെ പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർഡറും കൂടെ പഠിച്ചു വെക്കണം. ദെൻ ഈ പറയുന്ന കീവേഡ്സും പ്ലസ് നമ്മൾ പഠിച്ചേക്കുന്ന ഈ ഫോമാറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് ഈസിലി ക്രിട്ടിക്കൽ അപ്രൈസലിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ക്രിട്ടിക്കൽ അപ്രൈസലിൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും: യൂസിങ് ദി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ എക്സിബിറ്റ് 2 ക്രിട്ടിക്കലി അപ്രൈസ് ദ പ്രൊപ്പോസ്ഡ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓഫ് മാർക്ക് കമ്പനി. ഈ മാർക്ക് കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ക്രിട്ടിക്കലി അപ്രൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ തന്നേക്കുന്നതാണ് ഈ എക്സ്ട്രാക്ട് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അവർ ഒപ്പീനിയൻ പാരഗ്രാഫും ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫും കമ്പൈൻ ചെയ്ത് തന്നു. തൊട്ട് താഴെ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫും തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തരുന്ന സമയത്ത് നിങ്ങൾ പൊതുവെ സിനാരിയോയോട് അങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. when you ask some set of questions to the scenario will give you the answer. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചോദിക്കേണ്ടത് അവിടുത്തെ ഒപ്പീനിയൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അതായത് ഇവിടെ കൊടുത്തേക്കുന്ന ഒപ്പീനിയൻ ഏതാണെന്ന് നോക്കുക. സോ ഇവിടെ കൊടുത്തേക്കുന്ന അവർ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയനാണ്. നമുക്കറിയാം ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കേണ്ട ഏത് സിറ്റുവേഷനിലാണ്? വെൻ ദർ ഈസ് ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ്. അപ്പം ഇവിടെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുത്തേക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓൾറെഡി ഒരു സിനാരിയോ തന്നിട്ടുണ്ടാവും. ഈ സിനാരിയോനെ ബേസ് ചെയ്ത് ശരിക്കും കൊടുക്കേണ്ട ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് 11 മില്യൺ ആണ് കമ്പനിയുടെ പ്രോഫിറ്റ്. കമ്പനിയുടെ മെറ്റീരിയാലിറ്റി 1.5 മില്യൺ ആണ്. കമ്പനിക്ക് ഒരു റിസീവബിൾസിൻ്റെ അത് മിസ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. 2.5 മില്യൺ ആണ് റിസീവബിൾസിൽ മിസ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. കമ്പനിയുടെ ഒരു പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല. $50,000 പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ അൺകറക്റ്റഡ് മിസ്റ്റേക്സ് നോക്കുക.
രണ്ട് മിസ്റ്റേക്ക് ആണുള്ളത്, ഒരു 2.5 million ഒരെണ്ണം 50,000. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് 1.5 million ആണ് മെറ്റീരിയാലിറ്റി ലിമിറ്റ് വന്നേക്കുന്നത്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ 2.5 million ആണ് എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് ഉള്ളത്. സോ നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് മെറ്റീരിയൽ, ബട്ട് പെർവേസീവ്നെസ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് പെർവേസീവ്. കാരണം എന്താ, 11.5 million ആണ് നമ്മുടെ പ്രോഫിറ്റ് ഇനി മിസ്റ്റേറ്റ്മെന്റ് കുറച്ച് കഴിഞ്ഞാലും കമ്പനി ലോസിലേക്ക് പോവില്ല. സോ വി ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് ദിസ് മിസ്റ്റേക്ക് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. അപ്പോൾ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കണം. അപ്പോൾ അവർ കൊടുത്തേക്കുന്നത് എന്താണ്? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് പറയണം? ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, ഒപ്പീനിയൻ എഴുതുക, എന്നിട്ട് നിങ്ങൾ എന്താണ് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ളത് പറയുക, ഇവരെന്താ കൊടുത്തേക്കുന്നത് എന്നുള്ളത് പറയുക, കറക്റ്റീവ് ആക്ഷൻ എന്താണെന്നുള്ളതും പറയണം. നമ്മളിങ്ങനെ ആയിരിക്കുമ്പോൾ ജസ്റ്റ് എഴുതുക, ഒപ്പീനിയൻ എന്നുള്ള ഹെഡിങ് കൊടുത്തു, എന്നിട്ട് നമ്മൾ പറയുക ദ ഓഡിറ്റർ ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് the auditor need to express a disclaimer of opinion in relation to the misstatements identified. However, disclaimer of opinion shall be provided only when there is a lack of audit evidence. But this is not the case here. The auditor have already concluded that there's a misstatement of 2.5 million. So when misstatements are identified by obtaining sufficient appropriate evidence, the materiality and pervasiveness of the misstatement have to be considered. And on the basis of this, since a misstatement is material but not pervasive, auditor shall express qualified except for opinion. Therefore, auditor need to amend the opinion provided. ഇതായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. So we'll be getting around 1 to 1.5 mark for a point. So you need to explain by around maximum of 3 sentences. Maximum. അപ്പോൾ മെയിൻലി നിങ്ങൾ അവിടെ എന്താ മിസ്റ്റേറ്റ്മെന്റ് എന്നുള്ളതും പറയാം, അതെന്താ കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കേണ്ടത് ഒപ്പീനിയൻ കറക്റ്റ് ആണെന്ന് നോക്കുക. രണ്ടാമതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ക്രിട്ടിക്കൽ അപ്രൈസിൽ വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നോക്കേണ്ടത് ഒപ്പീനിയൻ ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ്റെ ഹെഡിങ് കറക്റ്റ് ആണെന്നുള്ള കാര്യം നോക്കണം. സോ ബേസിക്കലി നമ്മൾ കുറച്ച് മുന്നേ ഫോമാറ്റ് നോക്കിയപ്പോൾ കണ്ടിരുന്നു, ദ ഒപ്പീനിയൻ പാരഗ്രാഫ് ആൻഡ് ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് നീഡ് ടു ബി 2 separate പാരഗ്രാഫ്. ഒപ്പീനിയൻ പാരഗ്രാഫ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫസ്റ്റ്, ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫ് നീഡ് ടു ബി പ്രൊവൈഡഡ്. ഇവിടെ പക്ഷേ ദേ ഹാവ് കമ്പൈൻഡ് ബോത്ത് ഒപ്പീനിയൻ ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് ടുഗെദർ, വിച്ച് ഇസ് ഇൻഅപ്രോപ്രിയേറ്റ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. മൂന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള വേർഡിങ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. സോ ബേസിക്കലി അൺപ്രൊഫഷണൽ വേർഡിങ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം വി ഡോണ്ട് തിങ്ക് ദാറ്റ്, വി ഡോണ്ട് ഫീൽ ദാറ്റ്, ഇവിടെ നമ്മുടെ ഫിനാൻസ് ഡയറക്ടറിന്റെ പേര് പറഞ്ഞേക്കുന്നു റിത്ത ഗിൽമർ ഫെയിൽഡ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സോ അങ്ങനെ എന്തെങ്കിലും അൺപ്രൊഫഷണൽ വേർഡിങ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക, ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് പറയണം. നാലാമതായിട്ട് നിങ്ങൾ നോക്കണം വേഗ് ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. സോ വേഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ. നമ്മൾ എഴുതുകയാണ് വി റെഫർ ടു നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബട്ട് നോട്ട് നമ്പർ ഈസ് നോട്ട് മെൻഷൻഡ്. We refer that during the time of acquisition of a subsidiary, during the time of disposal of a joint venture, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാണ്. അപ്പം ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ ആ ജൈവിയുടെ പേരെന്താണെന്നുള്ള പറയണം. സെയിം as അക്വിസിഷൻ ഓഫ് സബ്സിഡിയറിയുടെ സബ്സിഡിയറിയുടെ നെയിം പറയണം. അപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വി വിൽ ട്രീറ്റ് ഇറ്റ് ആസ് എ വേഗ് ഇൻഫർമേഷൻ. നമ്പർ 5, നമ്മളവിടെ പ്രോപ്പർലി മിസ്റ്റേറ്റ്മെന്റിനെ ക്വാണ്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതായത് ഒരു മിസ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബേസിസ് ഫോർ ഒപ്പീനിയൻ പാരഗ്രാഫിനകത്ത് എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റും ഏത് സ്റ്റാൻഡേർഡ് ആണ് മിസ്റ്റേറ്റഡ് ആയെന്നും ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സോ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റും സ്റ്റാൻഡേർഡിന്റെ പേരും അപ്രോപ്രിയറ്റ്ലി മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അതും നമുക്കൊരു മിസ്റ്റേക്ക് ആയിട്ട് പറയാം, അത് പറയണം എന്ന് പറയാം. ഇനി ആറാമതായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ്സിന്റെ നെയിം മെൻഷൻ ചെയ്യണം. സോ റെലവൻറ്റ് സ്റ്റാൻഡേർഡ് ഏതാണോ ആ റെലവൻറ്റ് സ്റ്റാൻഡേർഡിന്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അതായത് ഇപ്പം ഇവർ ചിലപ്പോൾ എഴുതി വെക്കും ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെലവൻറ്റ് സ്റ്റാൻഡേർഡ് ദിസ് ഹാസ് നോട്ട് ബീൻ പ്രോപ്പർലി ട്രീറ്റഡ്. അത് പറഞ്ഞ പോലെ ഏതാണോ സ്റ്റാൻഡേർഡ് നെയിം ആൻഡ് നമ്പർ മെൻഷൻ ചെയ്യണം, അത് ചെയ്തിട്ടുണ്ടോ നോക്കാം. ഏഴാമതായിട്ട് അബ്രിവിയേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് IFRS, IAS, IESBA ഇങ്ങനെയുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഫുൾ ഫോംസ് തന്നെ യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇനി എട്ടാമതായിട്ട് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ ഏതെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന്റെ യൂസേജ് അപ്രോപ്രിയേറ്റ് ആണെന്ന് നോക്കണം. അതായത് ഇവിടെ ഇപ്പം എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവർ പറയാണ് 50,000 ഈ മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൻ്റെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂസ് ഓഫ് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് എംഫസൈസ് only about a matter which is material to the financial statements. We have already concluded that materiality limit is 1.5 million and that particular provision amount is 50,000, which is highly immaterial compared with the materiality amount. Additionally, നമുക്കറിയാം we should not mention any misstatement within the explanatory paragraph and we should only talk about
എ മാറ്റർ വിച്ച് ഇസ് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ദാറ്റ് ഈസ് നോട്ട് ദ കേസ് ഹിയർ. അപ്പോൾ അതേക്കുറിച്ച് എംഫസൈസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഈ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെൻ ഇറ്റ് കംസ് ടു ക്രിട്ടിക്കൽ അപ്രൈസൽ ക്വസ്റ്റ്യൻ. അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കണം ഒപ്പീനിയൻ പാരഗ്രാഫിൻ്റെ ഏത് ഒപ്പീനിയൻ കൊടുത്തേക്കുന്നുള്ളത്, ഒപ്പീനിയൻ ആൻഡ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ കറക്റ്റ് ആണെന്നുള്ളത് നോക്കുക, അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ. അൺപ്രൊഫഷണൽ വേർഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. വേഗ് ഇൻഫർമേഷൻ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ക്വാണ്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. റെലവൻറ്റ് സ്റ്റാൻഡേർഡിന്റെ നെയിം പറഞ്ഞിട്ടുണ്ടോ നോക്കണം. അബ്രിവിയേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആണോ നോക്കണം. ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന ക്രിട്ടിക്കൽ അപ്രൈസൽ നടത്താൻ. ഇതിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ടത് ഈ ഫോമാറ്റ് ആണ്. ഫോമാറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു നോർമലി ഫോമാറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്ന ഏതിന് മാത്രമായിരിക്കും? ഓഡിറ്റ് റിപ്പോർട്ട് PFIയുടെ എൻഗേജ്മെന്റ്സിന് മാത്രമായിരിക്കും. ഓഡിറ്റ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ഫോമാറ്റ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെൻ ഇറ്റ് കംസ് ടു ദ ക്വസ്റ്റ്യൻസ് ഓൺ ക്രിട്ടിക്കൽ അപ്രൈസൽ. ക്ലിയർ ആയോ? സർ യെസ് സർ പ്ലീസ്. 7 മാർക്സ് ആയതുകൊണ്ടാണോ സർ മാക്സിമം 3 സെന്റൻസസ് മതി എന്ന് പറഞ്ഞത്? അല്ലടാ, 7 മാർക്ക് ആയതുകൊണ്ടല്ല. അതായത് നോർമലി ക്രിട്ടിക്കൽ അപ്രൈസലിനെയും അതേപോലെ തന്നെ ഇപ്പോൾ ക്രിട്ടിക്കൽ അപ്രൈസലിന് നാളെ നമുക്ക് അഡ്വർടൈസ്മെന്റിന് ക്രിട്ടിക്കൽ അപ്രൈസൽ ചെയ്യാനുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ പോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതിന് നോർമലി അപ് ടു 2 മാർക്ക് എന്നാണ് അവർ പറയല്. സോ വി വിൽ അസ്യൂം ദാറ്റ് വി വിൽ ഗെറ്റ് എ മാക്സിമം ഓഫ് 1 to 1.5 മാർക്സ്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ തന്നെ മാർക്കിംഗ് ഫോമാറ്റ് പറഞ്ഞേക്കുന്നത് നോക്കി. ഇവിടെ നമ്മളോട് ഇവർ പറഞ്ഞേക്കുന്നത് ഇവാലുവേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് ജനറലി 1 മാർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ബട്ട് Yes. ഇത് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല. ഇപ്പം വേറെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ അപ് ടു 2 മാർക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് വി വിൽ കൺസിഡർ ദാറ്റ് വി വിൽ ഗെറ്റിംഗ് എ മാക്സിമം ഓഫ് 1.5 മാർക്ക്. അപ്പോൾ അതിന് എത്ര പോയിന്റ്സ് എഴുതിയാൽ മതി? മാക്സിമം ഒരു പർട്ടിക്കുലർ പോയിന്റിന് അണ്ടറിൽ അപ് ടു 3 സെന്റൻസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മനസ്സിലായോ? യെസ്. ഓക്കെ. Okay. So this is how the questions on critical appraisal will appear for your exam. നമ്മൾ ക്ലാസ്സിൽ PFIയുടെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. സോ പ്ലീസ് ഡു റീവിസിറ്റ് ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഒന്ന് നോക്കി നോക്കുക. ഐ ബിലീവ് യു മൈറ്റ് ഹാവ് ഗോൺ ത്രൂ ദ ക്വസ്റ്റ്യൻ ഓൾറെഡി. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ ഇവിടെ പറഞ്ഞതുപോലെ പോലെ തന്നെ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് പറയാം, അതെങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത്. അപ്പം നോർമലി നമ്മുടെ 25 മാർക്സിന്റെ ഏരിയ, അതായത് റിപ്പോർട്ടിംഗിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മെയിൻലി യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ മാറ്റേഴ്സ് ഏരിയ പ്ലസ് യു വിൽ ബി ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ ക്രിട്ടിക്കൽ അപ്രൈസൽ പാർട്ട്. സോ ക്രിട്ടിക്കൽ അപ്രൈസലിനെ ബേസ് ചെയ്തിട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, നോർമലി ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. സോ ഈ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നമ്മുടെ ഈ എക്സാമിനും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ഏരിയാസ് വരുന്നുണ്ടാവുക നോർമലി കേട്ടോ. എപ്പോഴും ഈ പാറ്റേൺ തന്നെയാണ് ചോദിച്ച് നമ്മൾ കാണാറുള്ളത്. ഓൾ റൈറ്റ്. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന 25 മാർക്സിന്റെ ഏരിയയിൽ നിന്ന് നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. സോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഈ ഓരോ ഏരിയാസിൽ നമ്മൾ പണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഫ്രം ദാറ്റ് പുതിയ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മെയിൻ ചേഞ്ചസ് വരാൻ പോകുന്നത് ഒൺലി ഇൻ ദ ഏരിയ ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ഹവ് ഗോൺ ത്രൂ ഓൾമോസ്റ്റ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഓടി നടന്ന് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതി നോക്കുക, പ്ലസ് നിങ്ങൾ പ്രോപ്പർലി ട്രീറ്റ്മെന്റ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലതാണ്. കാരണം കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഏറ്റവും കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ് നല്ല രീതിയിൽ നടക്കും. ബട്ട് ടൈം മാനേജ്മെന്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് നമുക്കുള്ള തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജ് എന്നുള്ളത് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. സോ ടു മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് ഗോട്ട് ദി ടെക്നിക്കൽ നോളജ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ട്രിപ്പിൾ എ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും SBR സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യുന്നത് ട്രിപ്പിൾ എക്ക് വേണ്ടിയിട്ട് ഒരു ആഡ് ഓൺ ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ എ പഠിക്കാനുള്ള ടൈം വെറുതെ പോകുന്നതായിട്ട് ട്രീറ്റ് ചെയ്യരുത്. ട്രിപ്പിൾ എയുടെ ഒരു ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ മേജർ പാർട്ട് തന്നെയാണ് SBR എന്ന് പറയുന്നത്. അതിന് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ അൾട്ടിമേറ്റ്ലി SBR അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പിൾ എ പേപ്പർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഓടി നടന്ന് അവിടുന്ന് ഇവിടുന്ന് ചെയ്യുന്നു എന്നുള്ളതല്ല. ഇനി നമുക്ക് നല്ല രീതിയിൽ മോക്ക് എക്സാംസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ഒപ്പം SBR പഠിക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ പാറ്റേൺ ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഓൺലി ബി ദ ചേഞ്ച് ഇൻ ദ സ്റ്റാൻഡേർഡ്സ്. അപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഠിച്ചു, എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്ന് അറിയാം. ഇനി അറിയേണ്ടത് എന്താ, പുതിയൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ അത് അപ്രോച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പം അതിന് സ്റ്റാൻഡേർഡും കൂടെ പഠിക്കുക. അല്ലാണ്ട് കുറേ ക്വസ്റ്റ്യൻ മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു, സ്റ്റാൻഡേർഡ്സ് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് പറ്റും.
നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റനൊക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റും. പക്ഷെ പുതിയൊരു ട്രീറ്റ്മെന്റ് ചോദിച്ചു കഴിയുമ്പോൾ അറിയില്ലെങ്കിൽ അവിടെ ഒന്നും എഴുതാൻ പറ്റാണ്ടാവും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവരുത്. ഫസ്റ്റ് തിങ്. ഇനി ഒരു വേഴ്സ് കേസ് സിനാരിയും കൂടി പറയാം. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ ഒരു വേഴ്സ് കേസ് സിനാരിയും കൂടി പറയാം. സപ്പോസ് മാറ്റേഴ്സ് ടു ബി കൺസിഡർ ആൻഡ് ഫെർദർ ആക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ട്രീറ്റ്മെന്റേ നിങ്ങൾക്ക് മനസ്സിലായില്ല. മാറ്റേഴ്സ് ടു ബി കൺസിഡർ ഫെർദർ ആക്ഷൻ വന്നിട്ട് ട്രീറ്റ്മെന്റ് മനസ്സിലായില്ലെങ്കിലും മാക്സിമം ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ നോക്കണം. അത് ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ. ബട്ട് ട്രീറ്റ്മെന്റ് അറിയില്ലെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. കാരണം അവിടെ തന്നേക്കുന്ന ഫിഗറിന്റെ മെറ്റീരിയാലിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതാൻ പറ്റില്ല, വാട്ട് വെന്റ് റോങ് എഴുതാൻ പറ്റില്ല, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എഴുതാൻ പറ്റില്ല. അപ്രോക്സിമേറ്റ്ലി ഫെർദർ ആക്ഷൻ ആണ് ചോദിച്ചെങ്കിൽ ഇത് 7 മാർക്കിന്റെ സിനാരിയോ ആയിരിക്കാം. അതിനകത്ത് അറൌണ്ട് 3.5 to 4 മാർക്സ് ആയിരിക്കും മാറ്റേഴ്സ് പാർട്ടിന് വരിക. അതിൽ മെറ്റീരിയാലിറ്റിയുടെ അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫർദർ ആക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റിന്റെ ട്രീറ്റ്മെന്റ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും വെയ്ഗ് ആയിട്ടെങ്കിലും എന്താണ് മാനേജ്മെന്റായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് പറയാം. ബാക്കി ഇത്രയും എല്ലാ സിനാരിയോയിലും കോമൺ ആണ്. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എഴുതാം. ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എഴുതാൻ മെറ്റീരിയാലിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഫിഗറിന്റെ മെറ്റീരിയാലിറ്റി നോക്കുന്ന പോലെ തന്നെ പെർവേസീവ്നെസ്സും പ്രോഫിറ്റ് വെച്ച് കമ്പയർ ചെയ്ത് പെർവേസീവ് ആണെന്ന് പറയാം. മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒപ്പീനിയൻ എന്താണെന്നുള്ള എഴുതാൻ പറ്റും, ബേസിസ് ഫോർ ഒപ്പീനിയൻ എന്താണെന്നുള്ള എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇഫക്റ്റീവ്ലി അവിടെ പോകാൻ ചാൻസ് ഉള്ള ഏതൊക്കെ മാർക്കായിരിക്കും? ട്രീറ്റ്മെന്റിന്റെയും വാട്ട് വെന്റ് റോങ്ങിന്റെയും ഇമ്പാക്റ്റിന്റെയും അതേപോലെ തന്നെ ഈ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റിന്റെയും പോകുള്ളൂ. എങ്കിലും ഒരു 30 to 40% മാർക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ട്രീറ്റ്മെന്റ് അറിയില്ല എന്നുള്ള ബേസിസിൽ കംപ്ലീറ്റ്ലി അത് വിട്ട് കളയരുത്. സ്റ്റിൽ അത് അപ്രോച്ച് ചെയ്യാനായിട്ട് നോക്കുക. മനസ്സിലായോ? ആൻഡ് സെയിം ഫോർ ദ അതർ കേസസ്. നിങ്ങളോട് ഇപ്പോൾ ഫെർദർ ആക്ഷൻ ചോദിച്ചാലും ഓഡിറ്റ് എവിഡൻസ് ചോദിച്ചാലും ഒക്കെ മാക്സിമം ക്വസ്റ്റൻ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. ബട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് അറിയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ആൻസർ ഒപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സമയം കളഞ്ഞു നിൽക്കരുത്. യു സ്കിപ്പ് ദാറ്റ് സിനാരിയോ ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അറിയാവുന്ന കാര്യങ്ങൾ എഴുതി പോവുക. ഏറ്റവും ലാസ്റ്റ് മാത്രം അറിയില്ലാത്ത ഇതിന് മേലെ എന്തെങ്കിലുമൊക്കെ സ്കീമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാർക്ക് എടുക്കാൻ നോക്കാവുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം. സോ നിങ്ങൾക്ക് അപ്പറേ അറിയാവുന്ന നല്ല ആൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള സമയം കളഞ്ഞിട്ടായിരിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്പർ കാണിച്ച് നിങ്ങൾ മാർക്ക് ഗെയിൻ ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ സമയം കളയുകയും ചെയ്യരുത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ ദ ആൻസേഴ്സ് വിച്ച് യു ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അറിയില്ലാത്ത ഏരിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ എടുക്കാനായിട്ട് നോക്കുക. മനസ്സിലായോ? Okay? Yes, sir. So these are the factors which you need to keep in mind while approaching question relating to the reporting part. And for the upcoming day, we will be discussing about other areas relating to the other 25 mark question. And at 25 marks in the we have got a lot of area to be covered over there. Tendering under, quality control under, then advertisement under, audit fees under, due diligence engagement under, KPI engagement under, PFI engagement under, going concern under, റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. സോ ഓവർ 10+ ടോപ്പിക്സ് ഉണ്ട് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. മണി ലോണ്ടറിങ് ഉണ്ട്, ഗ്രൂപ്പ് ആൻഡ് ട്രാൻസ്നാഷണൽ ഓഡിറ്റ് ഉണ്ട്, ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, പ്രൊഫഷണൽ ലയബിലിറ്റി ഓഫ് ഓഡിറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കവർ ചെയ്യുന്നതാണ് അടുത്ത ഏരിയ എന്ന് പറയുന്നത്. കാരണം ഇത്ര ഏരിയാസ് ഉണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും 1-2 ഏരിയാസ് മാത്രമേ അവിടെ ടെസ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് അത് ഏതാണെന്നുള്ളത് നമുക്ക് അറിയേയില്ല. അൺലൈക്ക് പാർട്ട് എ, ഐ മീൻ 50 മാർക്സ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ഫസ്റ്റ് 25 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെല്ലാം കൂടി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നാളത്തെ ഏരിയാസ് നമ്മൾ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഏരിയാസ് വെച്ച് തന്നെ ഈസിലി നിങ്ങൾക്ക് 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ബട്ട് അലോങ് വിത്ത് ദിസ് പ്രാക്ടീസ് ആൻഡ് മേക്ക് ഷുർ ദാറ്റ് യു ഫെമിലിയർ വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ വിൽ റിവൈസ് ദ അതർ 25 മാർക്സ് ഏരിയ ടുമോറോ. അപ്പോൾ അപ്പോഴത്തേക്കും ഈ ഏരിയ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താക്കുക. സോ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേ ആഫ്റ്റർ ടുമോറോ ഓൺവേർഡ്സ് യു ക്യാൻ കംപ്ലീറ്റ്ലി സ്പെൻഡ് യുവർ ടൈം ഓൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. സോ ലിറ്ററലി ഈ ഒരു 4 days വി ഹാവ് ഡൺ ദ റിവിഷൻ പാർട്ട് കംപ്ലീറ്റ്ലി. So by this we will be able to make sure that എല്ലാ ഏരിയാസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ നോളജ് ഉണ്ട്. കാരണം എക്സാമിന് വരുന്ന എല്ലാ മേജർ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ അഡീഷൻ ടു ദാറ്റ് മറ്റന്നാൾ തൊട്ട് പ്രോപ്പർലി ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രിപ്പിളെ കവർ ചെയ്ത് പോകാൻ പറ്റും. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മറ്റന്നാൾ ഞാൻ ഡിവൈഡ് ചെയ്ത് തരാം 3 സെറ്റായിട്ട് ടോപ്പിക്സ്. നാളെ ഡിവൈഡ് ചെയ്ത് തരാം 3 സെറ്റായിട്ട് ടോപ്പിക്സ്. സോ ദാറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു പ്രാക്ടീസ് മിനിമം 3 questions a day. 125 marks question, 225 mark question and 150 mark question. അങ്ങനെ 3 questions വെച്ച് ഡെയിലി ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഈസിലി നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വി ഹാവ് ഗോട്ട് സഫിഷ്യന്റ് ഡേയ്സ് ഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് രീതി തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. മറ്റന്നാൾ തൊട്ട് മിനിമം 3 questions പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം സ്പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ് വർക്ക് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക. ബട്ട് യു നീഡ് ടു കീപ് വൺ തിങ് ഇൻ മൈൻഡ്. ടു പ്രാക്ടീസ് മിനിമം 3 questions a day, you need to take approximately a bare minimum of 4 hours. കാരണം നമുക്കറിയാം 3 hours 15 minutes ആണ് എക്സാമിനർ നമുക്ക് റിയൽ ലൈഫ് എക്സാമിന് സമയത്ത് തരുന്നത്.
സോ ഡെഫിനറ്റ്ലി മിനിമം 4.5 hours ഇല്ലാതെ ഈ 3 questions നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. Just for the practice, എഴുതി പ്രാക്ടീസ് ചെയ്യാൻ you will take around bare minimum of 4 to 4.5 hours. So if you want to learn the topic and then practice, definitely ആ ഏരിയയും കൂടി additional time ആയിട്ട് വേണ്ടി വരും. So maybe another 1.5 hours. So approximately you need to have 4.5 hours plus 1.5 hours, 6 hours to completely revise the topics from day after tomorrow onwards. So ആ സമയം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. Okay.